വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം തന്നെ നമുക്ക് കണ്ണൂർ ആറളം ഫാമിലേക്ക് പോകണം. അവിടെ കാട്ടാന ആക്രമണത്തിൽ ഇന്നലെ വൈകുന്നേരമാണ് ആദിവാസി ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇതിൽ വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. രാത്രി വരെ നീണ്ട പ്രതിഷേധത്തിന് ഒടുവിലാണ് മൃതദേഹം പരിയാരത്തേക്ക് മാറ്റിയത്. ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം നടക്കും. ആറളത്ത് UDF-ഉം BJP-യും ആഹ്വാനം ചെയ്ത ഹർത്താലും ആരംഭിച്ചിട്ടുണ്ട്. വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗവും ചേരും. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൈജു, വലിയ ജനരോഷമാണ് ഈ മേഖലയിൽ. നമുക്കറിയാം, ആറളം ഫാം എന്ന് പറയുന്നത് കാട്ടാന ആക്രമണം ഇതിനു മുൻപ് നിരവധി തവണ കാട്ടാനകളൊക്കെ വനത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ തമ്പടിക്കുന്ന മേഖലയാണ്. എന്താണ് സംഭവിച്ചത്? കശുവണ്ടി പറക്കാൻ പോയ, ശേഖരിക്കാൻ പോയ, ജീവനോപാധിക്കായി അതിന് പോയ ദമ്പതികളാണ് ഇവരെന്ന് മനസ്സിലാകുന്നു. ഇവരുടെ മൃതദേഹം ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെത്തുകയായിരുന്നു. മറ്റ് വിവരങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത് എന്തൊക്കെയാണ്? തീർച്ചയായും രഞ്ജിത്ത്, ഈ ആറളം മേഖലയിൽ ഈ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്നലെ രാത്രി തന്നെ നമ്മളത് കണ്ടതാണ്. കാരണം ഈ പ്രദേശത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ മാത്രം 18ഓളം പേരാണ് കാട്ടാന ആക്രമണത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വെള്ളിയും ലീലിയുടെയും അതിദാരുണമായ ഈ മരണം. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി തന്നെ ഉണ്ടായി. അത് മണിക്കൂറുകളോളം മൃതദേഹം ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പ്രധാനമായും ഈ പ്രദേശവാസികൾ പറയുന്നത് ഇവിടുന്ന് തങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വാഗ്ദാനങ്ങളല്ല വേണ്ടത്, ഉറപ്പുകൾ അല്ല വേണ്ടത്, ഇതിന്റെ നടപടി ആരംഭിക്കണം എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത്. അത് തന്നെയായിരുന്നു വലിയ രോഷം ഇന്നലെ ഉണ്ടായിരുന്നതും. എന്നാൽ ഇന്ന് UDF-ഉം അതുപോലെ തന്നെ BJP-യും ഹർത്താലിനെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്ന് 6 മണി മുതൽ ഹർത്താൽ ആരംഭിച്ചിരിക്കുന്നു. വാഹനങ്ങൾ തടയില്ല എന്ന് ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് ഹർത്താലുമായി സഹകരിക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് 3 മണിയോടുകൂടി സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വനം മന്ത്രി നേരിട്ട് ഇന്ന് ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. അത്രത്തോളം പ്രതിഷേധം ഇന്നലെ ഉണ്ടായതാണ്. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുമ്പോൾ അധികൃതരെത്തി ഏതെങ്കിലും തരത്തിൽ ഉറപ്പുകൾ നൽകി പിന്നീട് ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് വെള്ളിയുടെയും ലീലിയുടെയും മൃതദേഹങ്ങൾ വീടിന് സമീപത്തായുള്ള കശുവണ്ടി തോട്ടത്തിൽ കണ്ടെത്തിയത്. ഈ കശുവണ്ടി പെറുക്കാൻ പോകുന്നതിനിടയിൽ കാട്ടാന ആക്രമണം ഉണ്ടായി. ആദ്യം ലീലയെ കാട്ടാന ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ലീലയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വെള്ളിയെയും ഈ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അത് ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരും എത്രത്തോളം വലിയ തോതിലുള്ള ഒരു ആക്രമണമായിരുന്നു എന്നത്. എന്നാലും ഈ പ്രദേശത്ത് 40ഓളം ആനകൾ ഇത്തരത്തിൽ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുവൻ ഇവിടെ ജനവാസ മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകളെല്ലാം കാട്ടിലേക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് തുരത്തണം എന്നൊരാവശ്യം ഇവർ പ്രധാനമായും പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആനമതിൽ നിർമ്മാണമാണ്. 2020 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. അത് എങ്ങും എത്താത്തൊരു അവസ്ഥയാണ്. ഈ ആനമതിൽ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്നൊരാവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് വലിയ തോതിൽ അടിക്കാടുകൾ ഉണ്ട്. അതൊക്കെ വെട്ടിമാറ്റേണ്ട നടപടി വളരെ പെട്ടെന്നുണ്ടാകണം എന്നൊരാവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വനമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഏകോപനക്കുറവുണ്ടായോ എന്നൊരു ആശങ്ക അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം ഉണ്ടായത്. രാത്രി 12 മണിവരെ ഈ പ്രതിഷേധം തുടർന്നു. പ്രധാനമായും ജില്ലാ കലക്ടർ നേരിട്ടെത്തി തങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം, ഇതിനൊരു ഉറപ്പ് തരണം എന്നായിരുന്നു ഇന്നലെ രാത്രി ഇവർ വ്യക്തമാക്കിയത്. RDO സ്ഥലത്തെത്തിയിരുന്നു. RDO സ്ഥലത്തെത്തിയെങ്കിലും വലിയ സംഘർഷം അവസ്ഥ ആ സമയത്ത് ഉണ്ടായി. RDOയുടെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി. സണ്ണി ജോസഫ് MLA-യുടെ വാഹനം തടയുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അയവില്ലാത്ത ഒരു അവസ്ഥ രാത്രി വലിയ തോതിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഈ പ്രദേശത്ത് കാട്ടാന ഭീതി ഒഴിയുന്നില്ല. ഏത് സമയത്തും കാട്ടാന കൂട്ടങ്ങൾ എത്തിയേക്കാം. പ്രത്യേകിച്ച് കശുവണ്ടി സീസണാണ്. കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം കാട്ടാനകൾ ഈ ഭാഗത്ത് എത്തുന്നുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് പറയുന്നത്. ഇതൊരു ആദിവാസി പുനരധിവാസ മേഖലയാണ്. വളരെ പാവപ്പെട്ട ആളുകൾ കുടിൽക്കെട്ടിയും മറ്റും ജീവിക്കുന്ന ഒരു സാഹചര്യം. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ജീവിതോപാധി എന്നത് ഇത്തരത്തിൽ വിറക് ശേഖരിക്കുക, ഒപ്പം ഇപ്പോൾ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കി ഇത്തരത്തിൽ ജീവിക്കുക. അത്തരത്തിൽ വളരെ പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. നിരന്തരം കാട്ടാന ആക്രമണ ഭീഷണി നേരിടുന്ന ഒരു പ്രദേശം. ഇനി തങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശങ്ങൾ ഈ പ്രദേശത്ത് കാട്ടാന ആക്രമണം നേരത്തെയും നമ്മൾ ബൈജു റിപ്പോർട്ട് ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ജനങ്ങളുടെ നിരന്തരമായ പലവിധ ആവശ്യങ്ങളുണ്ട്. ഈ കാട്ടാനകൾ ഈ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയണം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞ തൊഴിലാളികളൊക്കെ ജീവനോപാധിക്കായി
ഈ ആറളം ഫാമിൻ്റെ വിവിധ മേഖലകളിൽ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, ജീവിക്കാനായി ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ജീവനോപാധി, ഇതൊക്കെ തന്നെയാണ്. അവർക്കപ്പോൾ സുരക്ഷ ഒരുക്കണം. പക്ഷേ ഇന്നലെ നമുക്കറിയാം രോഷം വലിയ ശക്തമായിരുന്നു. MLA അടക്കം തടയുന്ന സാഹചര്യം, സണ്ണി ജോസഫ് MLA അടക്കം തടയുന്ന സാഹചര്യം നമ്മൾ കണ്ടു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും ഈ മേഖലയിൽ സോളാർ ഫെൻസിംഗ് അടക്കം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുമൊക്കെ ഇത്ര എന്താണ് അലക്ഷ്യമായി ഈ വിഷയത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? അതൊരു വലിയ പ്രശ്നമാണല്ലോ. തീർച്ചയായും അതുതന്നെയാണ് ഈ പ്രദേശവാസികൾ ഇന്നലെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നത്. കാരണം തങ്ങൾ മനുഷ്യരല്ലേ, തങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, തങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂമി തങ്ങൾക്ക് നൽകിയത് തുടങ്ങിയ പല ചോദ്യങ്ങളാണ് ഇവർ ചോദിച്ചത്. ഈ കാര്യത്തിൽ വനം മന്ത്രിയോടും നമ്മൾ ഇതേ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹവും വ്യക്തമാക്കിയത് ഏതായാലും ഈ ആനമതിൽ നിർമ്മാണം അതുപോലെ തന്നെ സോളാർ ഫെൻസിംഗ് ഒക്കെ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ അത് ഏതായാലും വൈകി എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇനി അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക, അവിടെ ഈ സമാധാനമായി ഇവർക്ക് ജീവിക്കാനുള്ള അവസരം ഒരുക്കുക, അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വനം വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഏതായാലും നാട്ടുകാർ ആ കാര്യത്തിൽ വളരെ ആശങ്ക പങ്കുവച്ചിരുന്നു. കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സമയത്തും ഇതേപോലെ ഉറപ്പുകൾ നൽകി ഓരോ സമയത്തും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഇത്തരത്തിൽ വാഗ്ദാനങ്ങൾ നൽകുക മാത്രം ചെയ്യുന്നു. പിന്നീട് ഈ ഉറപ്പുകളൊന്നും പാലിക്കപ്പെടാതെ ഒരു അവസ്ഥ വരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കാട്ടാന ആക്രമണം ഉണ്ടായ പ്രദേശം അത് വനം വകുപ്പ് ഓഫീസിന്റെ 100 മീറ്റർ മാത്രം മാറിയുള്ള ഒരു സ്ഥലത്താണ്. അതായത് വനം വകുപ്പിന്റെ സാന്നിധ്യം സ്ഥിരമായുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായതാണ് വലിയ തോതിൽ ഈ പ്രദേശവാസികളിൽ പ്രതിഷേധമുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. എന്നാലും ഇന്ന് ഈ കാര്യത്തിൽ ഈ ഇവിടെ നിന്നുള്ള പ്രദേശവാസികൾ പങ്കെടുക്കുന്നുണ്ട്, ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു സർവകക്ഷി യോഗമാണ് ഇന്ന് ചേരുന്നത്. എന്തായാലും ഇനി ഇവർക്ക് സമാധാനമായി ഇവിടെ ജീവിക്കാനും അവരുടെ തൊഴിലെടുക്കാനും അതിലുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള നടപടികൾ ഇന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഇത്തരത്തിൽ ഇനി ഈ കാര്യത്തിലൊരു കൃത്യമായ ഒരു നടപടി ആരംഭിച്ചില്ലെങ്കിൽ ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഏതായാലും 5 ലക്ഷം രൂപ ഈ രണ്ടുപേരുടെയും കുടുംബങ്ങൾക്ക് വീതം ഇന്ന് നൽകുമെന്നാണ് ഇന്നലെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ബാക്കി 10 ലക്ഷം രൂപ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി നൽകുമെന്നും പറയുന്നുണ്ട്. എന്നാലും ഏതെങ്കിലും തരത്തിൽ ധനസഹായം, ഇത്തരത്തിൽ നഷ്ടപരിഹാരം നൽകി ഓരോ അപകടങ്ങൾ, ഓരോ ആക്രമണങ്ങളും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വയനാട് കണ്ടതാണ്, ഇടുക്കിയിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും ഇത്തരത്തിൽ ഒരു അപകടങ്ങൾ ഉണ്ടായാൽ മാത്രം ആ സമയത്ത് ഇടപെടുകയും. തീർച്ചയായും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ആദിവാസികളെ സർക്കാർ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഒരു പ്രദേശം കൂടിയാണ്. ആദിവാസികൾക്ക് നേരത്തെ ഇവിടെ വന്യമൃഗങ്ങളുടെ ഒരു വിഹാര മേഖലയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചില സെറ്റിൽമെൻറ്റുകളുടെ ഭാഗമായി ആദിവാസികളെ ഈ മേഖലകളിൽ സർക്കാർ കൊണ്ട് താമസിപ്പിച്ചാണ്. അതിനുശേഷമാണ് നമുക്ക് ഈ ആദിവാസികൾ വന്നു അല്ലെങ്കിൽ ജനവാസമുണ്ട് എന്നൊക്കെ മൃഗങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. സ്വാഭാവികമായും അവർ വീണ്ടും ഇറങ്ങും. ഇവിടെയൊക്കെ ഫെൻസിംഗ് ഒക്കെ ചില സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തകർത്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നത്, ആനകളും മറ്റും ഇറങ്ങുന്നത് എന്ന വിവരം കൂടിയുണ്ട്. മൊത്തം 20 ലക്ഷം രൂപ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 ലക്ഷവും വെച്ച് അതിൽ 5 അതായത് 10 ലക്ഷം രൂപ ഇന്ന് മന്ത്രി കൈമാറും എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം ഇന്നലെ ബൈജു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാസർഗോഡ് കൊളത്തൂരിൽ അവിടെ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഫോറസ്റ്റ് യാർഡിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ വലിയ രോഷമൊക്കെ ഉണ്ടായ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. പെൺപുലിയാണ്, 5 വയസ്സുള്ള പെൺപുലിയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ കൊളത്തൂർ നെടുവോട്ട് കുടുങ്ങിയത്. അതാ പുലി വന്നിട്ട് ഇടാ പിടിച്ചിട്ട് നെടുവോട്ട് കൂട്ടില് ഞങ്ങളത് ഇടാം. നെടുവോട്ട് നമ്മളെ ഗോവന്റെ വീട്ടിലെ കൂടിയിട്ട് വേമ്പാ ഞങ്ങളിവിടെ കുടുങ്ങിയ ഫോട്ടോ അയച്ചിട്ട് വേമ്പാ. ഡോക്ടർമാരുടെ സംഘമെത്തി പുലിയുടെ ആരോഗ്യസ്ഥിതി
പരിശോധിച്ചതിന് ശേഷം ഉൾവനത്തിൽ തുറന്നുവിടാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതേസമയം കൊളത്തൂരിൽ വ്യത്യസ്ത ഇടങ്ങളിലായി 4ഓളം പുലികളെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. അതാണ് ഏറ്റവും നാട്ടുകാരെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഈ കൊളത്തൂർ മേഖലയിൽ നിരവധി പുലികളുണ്ട് ഈ ജനവാസ മേഖലയിൽ അടക്കം എന്നുള്ളത് നാട്ടുകാരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാസർഗോഡ് വനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബൈജു, ഇവിടെ ഇപ്പോൾ ഒരു പുലി കുടുങ്ങി, പക്ഷേ ഇനിയും നിരവധി പുലികൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ള ഭീതിയിലാണ് നാട്ടുകാർ. ഈ പുലിയെ നേരത്തെ തന്നെ ശ്രമം തുടങ്ങിയിരുന്നോ വനം വകുപ്പ് ഈ പുലിയെ പിടിക്കാൻ? തീർച്ചയായും രഞ്ജിത്തെ, ഈ ആറളത്ത് വലിയ തോതിൽ കാട്ടാന ആക്രമണം ഭീതിയിലാണെങ്കിൽ കാസർഗോഡ് എത്തുമ്പോൾ അത് പുലി ശല്യമാണ്. പ്രത്യേകിച്ച് ഈ കൊളത്തൂർ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പുലിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ 4ഓളം പുലികളെ കണ്ടെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലായി തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ ഒരു പുലിയെ കണ്ടെത്തുന്നതും ആ പുലിയെ മയക്കുവെടിവെക്കാനുള്ള ശ്രമത്തിനിടെ അത് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇവിടെ കൂട് സ്ഥാപിച്ചത്, വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിൽ ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ 5 വയസ്സുള്ള ഒരു പെൺപുലി കുടുങ്ങുന്നതും. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ആ പുലിയുടെ എത്രത്തോളം ആക്രമണകാരിയാണ് ആ പുലി എന്നത്. പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം, തീർത്തും ജനവാസ മേഖലയിലാണ് ഈ പുലിയുടെ സാന്നിധ്യം എന്നാണ് ഏറ്റവും പ്രധാനം. 700ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമുണ്ട്. ഒരുപാട് രാവിലെ ഇത്തരത്തിൽ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുള്ള മേഖലയാണ്. നമ്മൾ നേരിട്ട് ആ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പോയതായിരുന്നു. കാരണം ഈ തുരങ്കത്തിൽ പുലി കുടുങ്ങിയ ദിവസം ഒരു ദിവസം മുഴുവൻ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ പങ്കുവച്ചത് വലിയ ആശങ്കയാണ്. പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വന്യമൃഗശല്യം. ഈ പുലിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അത് പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ പല ദിവസങ്ങളിലായി കണ്ടു, നാട്ടുകാർ കാണുന്നുണ്ട്. ഏതായാലും ഇന്ന് വനം വകുപ്പ് കൂടുതൽ കൂടുകൾ ഈ മേഖലയിൽ സ്ഥാപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കൃത്യമായി വനം വകുപ്പിനും ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ ഈ പ്രദേശങ്ങളിൽ ഇറങ്ങിയ പുലി പിടികൂടാൻ ഉള്ള ശ്രമം ഇന്ന് ആരംഭിക്കും. അതിനായി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കും. ഇപ്പോൾ ഈ കൂട്ടിൽ കുടുങ്ങിയ പുലിയെ ഫോറസ്റ്റ് യാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരപ്പ ഫോറസ്റ്റിലെ ഉൾവനത്തിൽ ഈ പുലിയെ ഇന്ന് ആരോഗ്യ പരിശോധനയ്ക്ക് നടത്തിയതിനു ശേഷം, ആരോഗ്യസ്ഥിതി അറിഞ്ഞതിന് ശേഷം തുറന്നുവിടുമെന്നാണ്. എന്തായാലും ഈ വനം വകുപ്പിന്റെ കൂടുതൽ സംഘങ്ങൾ ഈ മേഖലകളിൽ ഇന്നലെ രാത്രിത്തോടെ തന്നെ എത്തിയിട്ടുണ്ട്, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികളുടെ ആശങ്ക അവസാനിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം ഇപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല. ഏതായാലും താൽക്കാലിക ആശ്വാസം എന്ന് പറയാം. ഇനിയും ഈ ഭാഗത്ത് പുലികൾ ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇത് തീർത്തും ജനവാസ മേഖലയാണ്. ഈ കൊളത്തൂർ, കുറ്റിക്കോൽ, പാണത്തൂർ ഈ മേഖലകളിലൊക്കെ കാട്ടാനയുടെയും അതുപോലെ തന്നെ ഈ പുലി ഭീതിയിലുമാണ് നാട്ടുകാരുള്ളത്. നമ്മൾ അവിടെ കഴിഞ്ഞ ദിവസം പോയതാണ്, നമ്മൾ നിരന്തരം ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഏതായാലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടാകണമെന്ന് ഇവിടുത്തുകാർ പറയുന്നുണ്ട്. തങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കണം. അത് ജനവാസ മേഖലയായതുകൊണ്ട് തന്നെ അത്തരത്തിൽ വന്യമൃഗ ശല്യം അത് തീർത്തും ഇല്ലാതെ ഒരു കാര്യം നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് ഇന്നലെ തന്നെ DFO ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. DFO ഉൾപ്പെടെ വ്യക്തമാക്കിയത്. രാത്രി 12 മണിയോടുകൂടിയാണ് ഈ കൂട്ടിൽ അകപ്പെട്ട പുലിയെ ഇവിടെ നിന്നും മാറ്റാൻ സാധിച്ചത്. ഇപ്പോൾ പരപ്പ ഫോറസ്റ്റ് ഓഫീസിൽ ഈ പുലിയെ, ഫോറസ്റ്റ് യാർഡിൽ ഇപ്പോൾ പുലിയുണ്ട്. ഏതായാലും ഇന്ന് ഡോക്ടർമാർ എത്തി വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഉൾവനത്തിലേക്ക് ഈ പുലിയെ കൊണ്ടുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ പുലി വനവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. അതിനുശേഷം അവന്റെ ശൗര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോഴും കൂട്ടിനുള്ളിൽ അവൻ പെട്ട അബദ്ധം മനസ്സിലാക്കി വലിയ ദേഷ്യത്തിലാണ് പുലി എന്നാണ് മനസ്സിലാക്കുന്നത്. മുരൾച്ചയൊക്കെ കേൾക്കാം. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുങ്ങിയ ഫോട്ടോ അയച്ചിട്ട് നാട്ടുകാരെ ദിവസങ്ങളായി പേടിപ്പിച്ച പുലി ഏറ്റവും ഒടുവിൽ വനവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ മേഖലയിൽ വീണ്ടും പുലികളുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് നാട്ടുകാരും വനംവകുപ്പും മറ്റുമുള്ളത്. നിരവധി പുലികളെ കണ്ടതായി ഇവർ തന്നെ പറയുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായും ഈ മേഖല വലിയ ഭീതിയിലാണ് താനും. ആറളം ഫാമിൽ ആനയുടെ ഭീതിയാണെങ്കിൽ ആന 2 പേരെ ചവിട്ടി അരച്ചു കൊന്നു എങ്കിൽ ഇവിടെ ഈ മേഖലയിൽ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പുലിയെ അതിൻ്റെ ഭീതി വല്ലാതെയുണ്ട്. ജനവാസ മേഖലകളിലും മറ്റും ഈ മലയോര പ്രദേശങ്ങളോട് ചേർന്ന് വനമേഖലയോട് ചേർന്ന് ഉള്ള ജനവാസ മേഖലകളിൽ വന്യമൃഗശല്യം ഓരോ ദിവസവും വലിയ വാർത്തയാകുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. അത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ 15 ദിവസമായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് ആശാ വർക്കർമാരുടെ സമരം.
അവരുടെ ഓണറേറിയം അടക്കം കൂട്ടി ലഭിക്കാനായി അവർക്ക് ഈ സമൂഹത്തിൽ എല്ലാ അവകാശങ്ങളോടും കൂടി ജീവിക്കാനായുള്ള ഒരു വർധനമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഓരോ ദിവസവും അവരുടെ സമരത്തിന് വല്ലാതെ വീര്യം കൂടുന്നുണ്ട്, പിന്തുണയും കൂടുന്നുണ്ട്. ഒട്ടും പിറകോട്ടില്ലാതെ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ, പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ടവരെ അവർ ആ തരത്തിൽ തന്നെ നേരിടുന്ന പശ്ചാത്തലം നമ്മൾ കാണുകയാണ്. അങ്ങനെ ആവേശകരമായി ഏറെ ജനപിന്തുണയോടെ ആ സമരം പുരോഗമിക്കുകയാണ്. തുടക്കത്തിൽ അങ്ങനെ കാര്യമായ പിന്തുണ ഇല്ലായിരുന്നു എങ്കിൽ പോലും അവരുടെ തന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ആവലാതികൾ ജനം കേട്ടതോടെ വലിയ പിന്തുണ സംസ്ഥാന വ്യാപകമായി ഈ സമരത്തിൽ ലഭിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസും BJPയും അടക്കം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. ഇന്ന് 15ാം ദിവസമാണ് ഈ സമരത്തിൽ. സമരം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ സമരക്കാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന ആവശ്യം ഇടതുമുന്നണിയിലും ശക്തമാകുന്നു എന്ന വിവരമുണ്ട്. വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? അത്തരത്തിൽ കാര്യങ്ങൾ ഇന്ന് നടക്കും എന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, സമരം 15ാം ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഈ രാപ്പകൽ സമരം നടക്കുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കുക, ഇപ്പോൾ കുടിശ്ശികയുള്ള 2 മാസത്തെ ഓണറേറിയവും അതോടൊപ്പം തന്നെ 3 മാസത്തെ ഇൻസെൻറ്റീവും അത് നൽകുക, പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ആശാ വർക്കർമാർ അവരുടെ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഇതിൽ പൂർണ്ണമായും അനുഭാവമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭാവപൂർണ്ണമായ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന സേവന വേതന വ്യവസ്ഥയേക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിലുള്ളത്. 7,000 രൂപ അവർക്ക് സംസ്ഥാനത്തിൻ്റെ ഓണറേറിയമായി വരുന്നു, 3,000 രൂപ ഏതാണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള തുക വരുന്നു. അതിനപ്പുറം ഇവർക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്ന തുകയുണ്ട്. 14,000 മുതൽ 16,000 രൂപ വരെ വാങ്ങുന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള ആശമാരുണ്ട് എന്നൊരു കാര്യം സർക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സമരത്തെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ ഇടപെടൽ അതുകൂടി ഇടത് കേന്ദ്രങ്ങൾ ഇപ്പോൾ ഒരു ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം 26,000 ആശാ വർക്കർമാർ സംസ്ഥാനത്തുള്ളതിൽ ഏതാണ്ട് 21,000-ലധികം പേർ CITUവിൽ അഫിലിയേറ്റഡായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവർ ഇപ്പോഴും ഈ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു കാര്യമാണ് ഈ സമരത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ഇത് SUCIയുടെ നേതാവിൻ്റെ ഭാര്യ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അതെങ്ങനെയാണ് ആശാ വർക്കർ അല്ലാത്തൊരാൾ ഇതിൻ്റെ ഭാഗമായി ഈ സമരത്തിനെ ഏറ്റെടുത്ത് വരുന്നത് എന്നൊരു ചോദ്യം ഒരു വശത്ത് അവർ ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് രാഷ്ട്രീയ മാനം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് BJP നേതാക്കളൊക്കെ ഈ സമരത്തിന് പിന്തുണയുമായി വരുന്നുണ്ട്. സാധാരണ നിലയിൽ നമ്മളത് കാണേണ്ടത് അടിസ്ഥാന ജനവിഭാഗമായ ആശാ വർക്കർമാർ ഒരു സമരം നടത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാ കാലത്തും ഇങ്ങനെ സമരം നടത്തുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായ പിന്തുണ ലഭിക്കാറുണ്ട്. ആ തരത്തിൽ കാണാം. അതിനപ്പുറം സർക്കാർ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങൾ ആരോപിക്കുന്ന തരത്തിൽ ഇതൊരു രാഷ്ട്രീയ സമരമാക്കി മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. പൊതുവിൽ സർക്കാരിന് അവമതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ അവിടെയും ഈ PSC അംഗങ്ങളുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്, സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്, KV തോമസിൻ്റെ യാത്രാപ്പടി 11 ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തിയത്, ഇത്രയും വലിയ തുകകൾ ചെലവഴിച്ച് അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു ആഡംബരം എന്ന നിലയിൽ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ താഴെത്തട്ടിലെ ജനങ്ങളോട് കുറച്ചുകൂടി ആഭിമുഖ്യം കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ആരോഗ്യമന്ത്രി നേരത്തെ എടുത്ത നിലപാടാകട്ടെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കൃത്യമായി കിട്ടുന്നില്ല എന്ന കാര്യമാണ്. താൻ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ആശമാരോടൊപ്പം താനും ഡൽഹിക്ക് വരാൻ തയ്യാറാണ് എന്ന കാര്യം ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലെത്തിയപ്പോൾ അവിടെ പ്രവേശനാനുമതി നൽകിയില്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അതും ആരോഗ്യമന്ത്രി തള്ളി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ തയ്യാറാണ് എന്ന കാര്യം പറയുന്നു. അതോടൊപ്പം ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ നിയമ നടപടികൾ, ആരോഗ്യമന്ത്രിയുടെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള നിയമ നടപടികൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇടപെടണം ഈ വിഷയത്തിൽ. ഇടതുമുന്നണിയിൽ അങ്ങേരെ ആവശ്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. കാരണം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും സമരക്കാരെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്താൽ ഒരു മയം ഈ സമരത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സ് തുറക്കുന്നില്ല. CPMന്റെ മൊത്തത്തിലുള്ള ഒരു സംവിധാനം ഈ സമരത്തിനെതിരാണ്, സർക്കാർ ഒക്കെ സമരത്തിനെതിരാണ് എന്ന് നേതാക്കന്മാരുടെ പ്രസ്താവനയിൽ കൂടി മനസ്സിലാക്കുന്നുണ്ട്. സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വാദം CPMനുള്ളിൽ ശക്തവുമാണ്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടോ വിനോദ്?
രഞ്ജിത്ത്, നമ്മൾ കഴിഞ്ഞ ദിവസവും ഈ സമരക്കാരുമായി സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നതിനോട് അവർക്കും വിമുഖതയില്ല. കാരണം ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചകൾ ഏതെങ്കിലും ഒരു സാധ്യത ഇത് അനുരഞ്ജനമായി ഇത് അല്ലെങ്കിൽ ഒരു സമവായത്തിൽ കാര്യങ്ങൾ അവസാനിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഇപ്പോൾ സർക്കാരിന് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിലാണ് ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നത്. എന്നാൽ NK പ്രേമേന്ദ്രൻ, അദ്ദേഹം കൊല്ലത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. അദ്ദേഹം ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ഈ NHM വഴി ഉള്ള തുക അതിൻ്റെ 90% നൽകിക്കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല എന്ന വാദം എത്രമാത്രം ശരിയെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥയാണ് ആശമാർക്ക് സംസ്ഥാനത്ത് നൽകുന്നത് എന്ന കാര്യം സർക്കാർ പറയുന്നു. 2 മാസത്തെ കുടിശ്ശിക, അതോടൊപ്പം തന്നെ 3 മാസത്തെ ഇൻസെൻറ്റീവ് ഇത് നൽകാൻ കഴിയുന്ന കാര്യമാണെന്ന് പറയുന്നു. അത് പെട്ടെന്നൊരു സമരത്തിലേക്ക് പോയതിന് പിന്നിലാണ് സർക്കാർ ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. ആശമാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാക്സിനേഷൻ ഉൾപ്പെടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിൻ്റെ മുൻനിര പോരാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗമാണ്. ഈ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ഇവരെ ഒരു ജീവനക്കാരായി പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമാക്കിയോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കിയോ മാറ്റിയിട്ടില്ല. ഒരു ജീവനക്കാരെന്ന പരിഗണന പോലും നൽകിയിട്ടില്ല. കേന്ദ്രത്തിനെതിരെയല്ലേ അങ്ങനെയെങ്കിൽ സമരം ചെയ്യേണ്ടതെന്ന ചോദ്യം ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഈ സമരം നീണ്ടുപോകുന്നത് പൊതുവിൽ നല്ല കാര്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ആശമാർ ഒട്ടും പുറകോട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവർ സമരരംഗത്ത് തുടരും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. BV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസമായിരുന്നു. PC ജോർജിൻ്റെ ഈരാറ്റുപേട്ടയിലുള്ള വസതിയിലെത്തുകയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയും ചെയ്തു. പക്ഷേ PC അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മകൻ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് PC തിങ്കളാഴ്ച, അതായത് ഇന്ന് ഹാജരാകും ഈ പോലീസ് സ്റ്റേഷനിൽ എന്നുള്ളതാണ്. PC ജോർജ് ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തള്ളിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഒരുപക്ഷെ കോടതി തള്ളിയ പശ്ചാത്തലമുണ്ട്. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിലേക്കും PC പോയേക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. ശ്രീത്ത് ഇന്ന് ഹാജരാകുമെന്നാണ് ഷോൺ വ്യക്തമാക്കിയത്. PC പക്ഷേ നമ്മൾ PCയോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം സംസാരിച്ച് കണ്ടില്ല. ഷോണാണ് പല കാര്യങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത്. ഷോൺ പറയുന്ന അനുസരിച്ച് ഇന്ന് ഹാജരാകുമെന്നുള്ളതാണ്. അത് സംഭവിക്കുമോ? തീർച്ചയായും ഇന്ന് ഹാജരാകുമെന്ന് തന്നെയാണ് PC ജോർജുമായി ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും പറയുന്നത്. BJPയിൽ നിന്നും അങ്ങനെയാണ് വിവരം ലഭ്യമാകുന്നത്. ഫോൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PC ജോർജിന്റെ ഫോൺ വീട്ടിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹം വീട്ടിലില്ല എന്ന് വീട്ടുകാർ ചൂണ്ടിക്കാട്ടുമ്പോൾ പോലും അത് വീട്ടിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 9:30യോടുകൂടി ഇവിടേക്ക് എത്താൻ ആണ് BJP ജില്ലാ നേതൃത്വങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൂചന. BJPയുടെ പൂർണ്ണ പിന്തുണയോടെ ജില്ലാ ഘടകത്തിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. PC ജോർജിനൊപ്പം അനുഗമിക്കണം, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഉണ്ടാകണം എന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അങ്ങനെ റോയ് ചാക്കോ, കോട്ടയം ഈസ്റ്റിന്റെ പ്രസിഡന്റും ഒപ്പം തന്നെ വെസ്റ്റിന്റെ പ്രസിഡന്റ് ലിജിൻ ലാലും PCക്കൊപ്പം സ്റ്റേഷനിലേക്ക് പോകാനുണ്ടാകും. പ്രാദേശികമായി പ്രവർത്തകരോട് എത്താനും സൂചന നൽകിയിട്ടുണ്ട്. ഒരു വലിയ പ്രകടനം എന്ന നിലയിലേക്ക് ഉണ്ടാകില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ആവശ്യമായി വന്നാൽ ഒരു പ്രകടനത്തിനു കൂടി സജ്ജരാകാൻ BJP പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BJPയുടെ ഒരു ശക്തി കേന്ദ്രമല്ല ഈരാറ്റുപേട്ട എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു പ്രവർത്തന ബാഹുല്യം എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രവർത്തകരും എത്തിച്ചേരും എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ PC ജോർജിന്റെ വിഷയം BJP ഔദ്യോഗികമായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ അതുതന്നെയാണ്. അതായത് PC ജോർജിനെതിരെ മാത്രം നടപടിയെടുക്കുന്നു, ഈ ഹമാസ് തീവ്രവാദികൾ എന്ന് അവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ എഴുന്നള്ളത്ത്, അവരുടെ ആനപ്പുറത്ത് അവരുടെ ചിത്രങ്ങൾ വെച്ച് നടത്തിയ യാത്രയ്ക്കെതിരെ കേസില്ല, ഈ മിത്ത് വിവാദത്തിൽ സ്പീക്കർ AN ഷംസീറിനെതിരെ കേസെടുത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് PC ജോർജിനെതിരെ മാത്രം ഉണ്ടാകുന്ന ഒന്നാണ്, ഒരു BJP നേതാവിനെതിരെ മാത്രം ഉണ്ടാകുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ അങ്ങനെ രാഷ്ട്രീയമായി അതിനെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് BJPയും ഒപ്പം തന്നെ PC ജോർജ് ക്യാമ്പും നടത്തി വരുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണാനുള്ളത്. എന്തായാലും
സുപ്രീം കോടതിയിലേക്ക് തൽക്കാലം അപ്പീൽ പോകണ്ട എന്നും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് ഇന്ന് ഹാജരാകുന്നത്. അപ്പീൽ പോകുമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മാറി നിൽക്കുകയും അപ്പീലിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാകുന്നത്. എന്തായാലും പക്ഷേ പി.സി. ജോർജ് ഔദ്യോഗികമായി പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ ഹാജരാകും എന്നുള്ളതാണ്. എന്തായാലും 9:30 അദ്ദേഹം വീട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം വീട്ടിലില്ല എന്നാണ് ഷോണുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഇനിയൊരു പുതിയ നോട്ടീസ് നൽകണ്ട എന്ന് ഇന്നലെ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം നിലവിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസ് അത് കൈപ്പറ്റി ജോർജ് എന്ന നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാനാണ് പോലീസ് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വേണമെങ്കിൽ ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടാൽ പോലും പി.സി. ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കാനൊക്കെയുള്ള സാഹചര്യമുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഇതിലൊരു നാടകീയത ഉണ്ടാക്കാനും അതുവഴി പി.സി. ജോർജിന് ഉണ്ടാകുന്ന ഒരു മൈലേജ് അതിനെ അവർ നേരത്തെ തന്നെ കഴിഞ്ഞ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പി.സി. ജോർജ് ഹാജരാകട്ടെ, അപ്പോൾ ചോദ്യം ചെയ്യും, നടപടിക്രമം അനുസരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും, തുടർന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. ഞാൻ മനസ്സിലാക്കുന്നത് പി.സി. ജോർജിന്റെ വസതിക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹം അവിടെ എവിടെയാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളോട് സംസാരിക്കാനോ കാണാനോ, സാധാരണ പൊതുസമൂഹത്തിൽ എപ്പോഴും കാണുന്ന ഒരാളാണ് പി.സി. ജോർജ്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മകൻ ഷോൺ ജോർജാണ് ഇപ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഒരുപാട് ബന്ധുക്കളും ബന്ധുബലവും ഒക്കെയുള്ള ആളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു വിഷയത്തിൽ അറസ്റ്റിലായ പി.സി. ജോർജ് അല്ല ഇപ്പോൾ ബി ജെ പിയിലാണ് പി.സി. ജോർജ് ഉള്ളത്. ആ പാർട്ടിയുടെ ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. പി.സി. ജോർജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പ്രതിരോധിക്കാൻ ആ പാർട്ടി തയ്യാറായി വരികയും ചെയ്യും. അങ്ങനെ കുറച്ചുകൂടി ശക്തനായ പി.സി. ജോർജാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതാണോ? തീർച്ചയായും ഈ നടപടിക്രമങ്ങളുടെ സമയത്ത് ഇവിടെ എത്തിയാൽ മതി എന്നുള്ളതാണ് അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം. നേരത്തെ പറഞ്ഞതുപോലെ BJP തീർച്ചയായും പി.സി. ജോർജിനൊപ്പം ഉണ്ട്. ആ നിലയിലുള്ള പ്രകടനവും മറ്റുമായിരിക്കും ഇന്ന് നടത്തുകയും ചെയ്യുക. അതേസമയം തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ മുൻപ് കോടതി അലക്ഷ്യങ്ങൾ ഉയർന്നു വന്ന സാഹചര്യം, ഫലത്തിൽ കോടതി അലക്ഷ്യത്തിന് സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 തവണ ഇതേ സമാനമായ രീതിയിലുള്ള തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ്, അതായത് സുപ്രീം കോടതിയിലേക്ക് പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് അവരെത്താനുള്ള കാരണം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ജോർജ് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയുന്നു. ആദ്യഘട്ടത്തിൽ വീട്ടുകാർ പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്താണ് എന്നൊക്കെയുള്ളതാണ്. അതൊരു സ്ഥലം പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതാണ് കൃത്യമായ കേന്ദ്രമെന്ന് പി.സി. ജോർജുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജോ BJP ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. നിലവിൽ അദ്ദേഹം മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഒളിവിലാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യമാണ് എന്തായാലുമുള്ളത്. അതേസമയം തന്നെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ പി.സി. ജോർജിന്റെ പേരിലുള്ള കത്ത് DYSP ഓഫീസിൽ എത്തിച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. ഷോണാണ് ഇത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വൈകാതെ പി.സി. ജോർജ് ഈ വസതിയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. അതിനുശേഷം കോടതിയിൽ ഹാജരാകുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി പോകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീത്തുള്ളത് അവിടെ ഈരാറ്റുപേട്ടയിലുള്ള പി.സി. ജോർജിന്റെ വീട്ടിലാണ്. നമുക്ക് പുറകിൽ അദ്ദേഹത്തിന്റെ വാഹനവും മറ്റും കാണാം. ഷോണിന്റെയും പി.സിയുടെയൊക്കെ വാഹനം കാണാം. ഏതായാലും അല്പസമയത്തിനകം പി.സിയുടെ എത്തുമെന്നുള്ള പ്രതീക്ഷ മാധ്യമപ്രവർത്തകർക്കുണ്ട് എന്നും മനസ്സിലാകുന്നു. അത്തരത്തിലാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പി.സിയെ ഇന്ന് വരുന്ന വഴി അറസ്റ്റ് ചെയ്യുമോ അതോ സർക്കാർ ഒരു സാവകാശം നൽകുമോ എന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഷോണിനെയാണ്, പി.സിയുടെ ഭാര്യ. ദൃശ്യങ്ങൾ കാണാം. ഷോൺ ജോർജ് അവിടെയുണ്ട്. വേറെ മാധ്യമങ്ങളോട് സംസാരിക്കാനും മറ്റും ഇവരാരും തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കണം. പി.സിയെ കൂട്ടിക്കൊണ്ടുവരാനുള്ള വാഹനമാണോ അത് എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും എല്ലാവരോടും സൗഹൃദം പങ്കുവെച്ച് അങ്ങനെ കാര്യമായ ടെൻഷൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അറസ്റ്റൊക്കെ സംഭവിക്കുന്ന സാഹചര്യം കൂടി ഒരുങ്ങി വരുന്നു. മാധ്യമപ്രവർത്തകരുടെ കുശലങ്ങളൊക്കെ പങ്കുവെച്ച് പി.സിയുടെ ഭാര്യ അകത്തേക്ക് പോവുകയാണ്. നമുക്ക് മകൻ ഷോണിനെയും ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും അല്പസമയത്തിനകം പി.സി അങ്ങോട്ടേക്ക് എത്തുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കണം. എന്താണ് പി.സിയുടെ ഇന്നത്തെ നീക്കം എന്നുള്ളതും ഏറെ പ്രധാനമാണ്.
മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങളിലെ 28 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. നാളെ രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ നടക്കും. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ 28 വാർഡുകളിലാണ്, അതായത് വയനാട് ഒഴിച്ചുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ ജില്ലകളിലും ഏതെങ്കിലുമൊക്കെ വാർഡുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഭരണം മാറുക അല്ലെങ്കിൽ എന്തെങ്കിലും നിർണായകമായ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഈ ഭരണം നിശ്ചയിക്കുന്ന വോട്ടെണ്ണൽ വല്ലതുമുണ്ടോ? അതോ നമുക്ക് സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമായി കണ്ടാൽ മതിയോ? സാധാരണഗതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പായി തന്നെ കരുതാം. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ അടക്കം വന്നുകൊണ്ട് ഇത്തവണ ഉള്ള പഞ്ചായത്തുകളിൽ പലതും അടുത്തവണ ഒരുപക്ഷെ ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. 28 വാർഡുകളിൽ നടക്കുമ്പോൾ, ഈ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഈ കോർപ്പറേഷൻ വാർഡുകൾ മുതൽ സാധാരണ പഞ്ചായത്ത് വാർഡുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളികുന്ന്, കയ്യൂർ, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ വാർഡുകളിൽ ഇതിനകം തന്നെ എതിരില്ലാതെ LDF സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം, കൊട്ടാരക്കര നഗരസഭയിലെ കല്ലുവാതുകൽ, പത്തനംതിട്ട നഗരസഭയിലെ കുമ്പഴ നോർത്ത്, മൂവാറ്റുപുഴ നഗരസഭയിലെ ഈസ്റ്റ് ഹൈസ്കൂള്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചൽ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിലെ കൊട്ടാര തുടങ്ങിയ പ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചില ഡിവിഷനുകൾ അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ വാർഡുകൾ കൂടിയുണ്ട്. ഇതിൽ ശ്രീവരാഹത്തെ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ്. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അപ്പുറം ഈ നഗരസഭ കോർപ്പറേഷൻ്റെ ഒക്കെ അപ്പുറമുള്ള ഒരു വാശിയും വീറുമൊക്കെ അവിടെ പ്രകടമായിരുന്നു. സംസ്ഥാനതല നേതാക്കളൊക്കെയാണ് അവിടെ പ്രചരണത്തിനിറങ്ങിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ ശശി തരൂർ വിഷയമൊക്കെ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെ ഇത്തരം പാറ്റേണുകൾ, ഈ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പ്രതിഫലിക്കും എന്നത് ചർച്ചയാവുന്നു. ഒപ്പം ശ്രീവരാഹം ഡിവിഷൻ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല, അതും ഒരു പ്രചാരണ വിഷയമായി അവിടെ ഉയർന്നു വരുന്നു. അതുകൊണ്ട് ഒരു മിനി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ എത്രമാത്രം ആയി എന്നൊരു പരീക്ഷണം തന്നെ പലയിടത്തും നടത്തുന്നു. 28 വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വലിയ നിർണായകം എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഈ ജയം ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി കൂടുതൽ സീറ്റുകളിൽ വിജയമുണ്ടായാൽ അതൊരു പക്ഷേ ഈ സർക്കാരിനെതിരായ വിലയിരുത്തൽ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ വിലയിരുത്തൽ എന്നിങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഈ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് വളരെ സജീവമായി നടക്കുന്ന ഒരു കാലമാണ്. ശശി തരൂരിൻ്റെ പരാമർശങ്ങൾ, അതിനോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണം, ഏറ്റവും ഒടുവിൽ ഈ ശശി തരൂർ ഡൽഹി പൊട്ടിച്ച വെടി, അതിനെ തുടർന്നുള്ള കോൺഗ്രസിലെ തുടർ ചർച്ചകൾ എന്നിവയൊക്കെ സംസാര വിഷയമാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ ശ്രീവരാഹത്തെ അടക്കം തെരഞ്ഞെടുപ്പ് ഫലം വലിയ ചർച്ചകളിലേക്ക് വഴിതെളിക്കും. കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ അത് സർക്കാർ വിരുദ്ധ വികാരമെന്ന് പ്രചരിപ്പിക്കാൻ പ്രതിപക്ഷത്തിനാവും. സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങൾ അംഗീകരിച്ചതാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമെന്ന് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും പറയാൻ കഴിയും. ഒപ്പം BJP ഒരു വിജയം നേടിയാൽ അതൊരു പുതിയ ട്രെൻഡിലേക്കുള്ള നാന്ദി കുറിക്കൽ എന്ന രീതിയിലുള്ള അവകാശവാദങ്ങൾക്ക് BJPക്കും കഴിയും. അങ്ങനെ മൂന്ന് മുന്നണികളും ഏതാണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലായാണ് 28 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രഞ്ജിത്ത്, അങ്ങനെ വയനാട് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലെയും ഏതെങ്കിലുമൊക്കെ വാർഡുകളിൽ നാളെ ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട നാളെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഏതാണ്ട് നമുക്കറിയാം ഈ വർഷം ഡിസംബറിലോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർണ്ണതോതിൽ നടക്കുക. അതിന് മുൻപുള്ള ഒരു ഡ്രസ് റിഹേഴ്സലായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണണം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് അട്ടിമറി ശ്രമം തന്നെയെന്ന് FIR. പ്രതികളെ NIA ചോദ്യം ചെയ്തു. ഇന്നലെ NIA വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. കുണ്ടറ പോലീസ് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലയാള സിനിമാ സമരത്തിൽ ഫിലിം ചേംബർ യോഗം നാളെ ചേരും. സിനിമാ സമരത്തിന് പിന്തുണ തേടിയുള്ള നിർമ്മാതാക്കളുടെ കത്തിൽ യോഗം നിലപാടെടുക്കും. സിനിമാ മേഖലയെ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സമര പരിപാടി ഒഴിവാക്കണമെന്നാണ് ഫെഫ്ക നിലപാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്തബാധിതരുടെ പ്രതിഷേധം തടഞ്ഞ് പോലീസ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് 2ാം ഘട്ട പട്ടികയിൽ. ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി.
ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിവന്ന നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി VP സുഹറ. കേന്ദ്രമന്ത്രിമാരെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും സുഹറ. ഡൽഹിയിൽ തുടരുമെന്നും സുഹറ. നേരത്തെ നിരാഹാര സമരം നടത്തിവരവെ VP സുഹറയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സമയം സമരം തുടർന്നതിലായിരുന്നു പോലീസ് നടപടി. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം തുടങ്ങിയത്. കേരളത്തെ സംബന്ധിച്ച് ഗെയിം ചേഞ്ചറാണ് ഇൻവെസ്റ്റ് കേരള എന്ന് മന്ത്രി P രാജീവ്. 50-ലധികം ഇൻവെസ്റ്റേഴ്സിനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. സമ്മിറ്റിൽ പ്രഖ്യാപിച്ചതിന് പുറമെ 6000 കോടിയുടെ അധിക നിക്ഷേപ വാഗ്ദാനമുണ്ടെന്നും മന്ത്രി. നിക്ഷേപക സംഗമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് രമേശ് ചെന്നിത്തല. നേരത്തെ MOU ഒപ്പിട്ടതൊന്നും ഇതുവരെ നടപ്പായില്ല. 8 വർഷവും ഒരു വികസനം പോലും കൊണ്ടുവരാത്ത സർക്കാരാണിത്. നിക്ഷേപക സംഗമത്തിനോട് UDF അനുകൂല നിലപാടാണ്. UDF നിക്ഷേപക സംഗമം നടത്തിയപ്പോൾ CPM നിലപാട് ഇതായിരുന്നില്ലെന്നും ചെന്നിത്തല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാനത്തെ പാർട്ടിയിൽ നേതൃപ്രതിസന്ധിയുണ്ടെന്ന് തുറന്നടിക്കുകയാണ് തരൂർ. UDFൽ ഘടകകക്ഷികൾ അസംതൃപ്തരാണ്. ജനപിന്തുണയിൽ മുന്നിലുള്ള ആളാണ് താൻ. കോൺഗ്രസുകാരല്ലാത്ത ആളുകളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തരൂർ പറഞ്ഞു. അതുപോലെ വോട്ട് ബാങ്കുകൾക്കപ്പുറത്തേക്ക് ജനസമിതി നേടാൻ പാർട്ടിക്ക് കഴിയണമെന്നും തരൂർ പറയുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിനില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയെ കണ്ടതിനു മുമ്പാണ് അഭിമുഖം നൽകിയതെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ചെന്നിത്തല. ശശി തരൂരിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്നാണ് അഭിപ്രായമെന്ന് K മുരളീധരൻ. തരൂരിന് പാർട്ടി പ്രയോജനപ്പെടുത്തണം. തരൂരിനെ കൂടുതൽ ചുമതലകൾ നൽകണം. പാർലമെന്റിലെ ചർച്ചകളിലടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകണം. കോൺഗ്രസ് ആണ് സീറ്റ് തന്നതെന്നും പാർട്ടിക്കാരാണ് പ്രവർത്തിച്ചതെന്നും ആരും മറക്കരുത്. കേരളത്തിൽ രാവിലെ തുടരുന്നു. മലയാള സിനിമാ സമരത്തിൽ ഫിലിം ചേംബർ യോഗം ഇന്ന് ചേരും. സിനിമാ സമരത്തിന് പിന്തുണ തേടിയുള്ള നിർമ്മാതാക്കളുടെ കത്തിൽ യോഗം നിലപാടെടുക്കും. സിനിമാ മേഖലയെ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി ഒഴിവാക്കണമെന്നാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെ നിലപാട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, സിനിമാ മേഖല അല്ലാതെ തന്നെ ഈ സമരപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയക്കുഴപ്പങ്ങളും വാഗ്വാദങ്ങളും നിർമ്മാതാക്കൾക്കിടയിൽ തന്നെയുള്ള പിണക്കങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടതാണ്. ഇപ്പോൾ സമരമെന്ന രീതിയിൽ യൂണിയൻ, അതായത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ താല്പര്യം? ഇതിൽ ഫിലിം ചേംബറിന്റെ നിലപാട് എന്തായിരിക്കും? അതും വളരെ നിർണായകമാണല്ലോ. രഞ്ജിത്ത്, ഫിലിം ചേംബറാണ് ഈ രംഗത്തെ അവരുടെ ഏറ്റവും ഒരു പരമോന്നത ബോഡി എന്നെല്ലാം പറയുന്ന ഒരു ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്ന ഒരു സങ്കല്പം അവർ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ അവർക്കാണ് അതൊരു പൂർണ്ണമായ അധികാരമെന്നെല്ലാം പറയുന്ന രീതിയിലൊരു വിശ്വാസം അവർക്കാണ്. ഈ കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം ഈ സമരവുമായി ബന്ധപ്പെട്ട് നൽകിയ കത്തിൽ എന്താണ് ഫിലിം ചേംബറിൻ്റെ നിലപാട് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സമരവുമായി മുന്നോട്ട് പോകുന്നത് അത്ര കണ്ട ഒരു ആശ്വാസകരമായ ഒരു കാര്യമല്ല എന്ന രീതിയിൽ പൊതുവിൽ പലരും തന്നെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിലും അത് ഒരു സംഘടനയുടെ എന്ന രീതിയിലേക്ക് ഒരു അഭിപ്രായമായിട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഈ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ പറയുന്നത് ഒരു സമരം സിനിമാ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. കാരണം ഇത് ഈ ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. എന്നാൽ അതേസമയം തന്നെ ഈ സമരത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ അത് ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് ഈ ടാക്സ് അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അത് ചർച്ച ചെയ്യണം. ഒപ്പം ചർച്ച ചെയ്താൽ തീരാത്ത ഒരു വിഷയവും, നേർക്ക് നേരിട്ട് സംസാരിച്ച് തീരാത്ത ഒരു വിഷയവും സിനിമാ മേഖലയിൽ ഇല്ല എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെഫ്ക വളരെ നിർണായക സ്വാധീനമുള്ള ഒരു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു അഫിലിയേഷനിൽ വളരെ നിർണായക സ്വാധീനമുള്ള ഒരു സംഘടനയാണ്. എന്തായാലും ഇവരുടെ ഈ അഭിപ്രായവും ഈ യോഗത്തിന് തൊട്ടു പിന്നാലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പൊതുവിൽ സമരം എന്നൊരു ആശയത്തോട് പലരും തന്നെയും അതിൽ പ്രതിസന്ധി രൂക്ഷമാക്കും എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. എന്നാൽ അതേസമയം നിർമ്മാതാക്കൾക്ക്
വലിയൊരു വിഭാഗത്തിനുള്ളൊരു വിഷയമെന്ന് പറയുന്നത് ഈ താരങ്ങളുടെയുള്ള കുത്തനെയുള്ള ഒരു പ്രതിഫലം, മറ്റു കാര്യങ്ങൾ. ഇത് ആ സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ ചെലവ് എന്ന് പറയുന്നത് താരങ്ങളുടെ പ്രതിഫലം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവരുടെ കൂടി ഒരു സഹകരണവും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. അവരോട് ഈ ചർച്ചകളിലേക്ക് കടന്നു വരിക എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുണ്ട്. അതിന് പകരമായിട്ട് പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും മലയാള സിനിമയെ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് വരികയും ഒരു വലിയ ചേരിതിരിവ് ഉണ്ടാക്കുകയും എല്ലാം തന്നെ ചെയ്യുന്ന രീതിയിലേക്കാണ് കഴിഞ്ഞ കുറേ നാളുകൾ പോകുന്നത്. ഏതാണ്ട് ഉള്ളവനും ഇല്ലാത്തവനും എന്ന രീതിയിലുള്ളൊരു മത്സരം പോലെ ഇതിനകത്തേക്കെല്ലാം കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് പലരും വിമർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ആ ഒരു പ്രവണതകൾക്ക് അവസാനിപ്പിക്കണം എന്നത് ഒരു പൊതുവായ ഒരു ആശയമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് നടക്കുന്ന യോഗത്തിലും അത് പ്രതിഫലിക്കുകയും ചെയ്യും. കാരണം ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക, ആ ഒരു ദൗത്യം തന്നെയായിരിക്കും ഫിലിം ചേംബർ ഏറ്റെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ചർച്ചകളിലേക്ക്, സമവായങ്ങളിലേക്ക് കൊണ്ടുവരിക. കാരണം ഈ സിനിമാ സമരം എന്ന് പറയുന്നത് ആത്യന്തികമായി അവരെ മാത്രം ബാധിക്കുന്ന രീതിയിലേക്ക് തന്നെ പലപ്പോഴും കാര്യങ്ങൾ വരുന്നുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ മാത്രം ഒരു വിഷയമായിട്ട് പിന്നീട് വരികയും പിന്നീട് ഇതിൽ ആരിടപെട്ട് പരിഹരിക്കുമെന്ന വലിയ ചോദ്യം ബാക്കിയാവുകയും ചെയ്യും. അപ്പോൾ അത്തരം സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ വിഷയങ്ങൾ ഈ രംഗത്തുള്ളവർ ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരുപക്ഷെ ചേംബർ അതിന് ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നതിന് ഒരു സമിതിയെ നിയോഗിക്കുകയോ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയോ ചെയ്യും. പ്രത്യേകിച്ച് ഈ വരുന്നത് മലയാള സിനിമയിലെ വലിയ റിലീസുകളുടെ ഒരു കാലം തന്നെ വരുന്നു. അപ്പോൾ ഈ സിനിമ സമരവുമായി മുന്നോട്ട് പോകുന്നതെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്പമെങ്കിലും ഭേദപ്പെട്ട രീതിയിലേക്ക് പ്രകടനം മലയാള സിനിമ നടത്തുന്നു എന്ന വിലയിരുത്തലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം, ഈ സമര വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള യഥാർത്ഥ കാരണം എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായ ചർച്ച ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഒരു നിലപാട് വളരെ പ്രധാനമാണല്ലോ ഡാനി. അവരാവശ്യപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ അനിശ്ചിതകാലത്തേക്ക് ഉള്ള സിനിമാ സമരത്തിൽ നിന്നും പിന്മാറണം എന്നും മറ്റുമാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ സിനിമാ മേഖലയെ ഒട്ടാകെ സ്തംഭിപ്പിക്കുന്ന, പക്ഷേ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച കാതലായ പല പ്രശ്നങ്ങളുമുണ്ട്. അതിനോട് അമ്മ അടക്കം പ്രതികരിച്ചിട്ടില്ല. പല നടന്മാരും അതിനെതിരെ ഞങ്ങളുടെയൊക്കെ പ്രതിഫലം ഞങ്ങൾ തന്നെ നിശ്ചയിക്കും, നിങ്ങളാരും അതിൽ ഇടപെടാൻ ആളല്ല എന്നുള്ള പ്രതികരണമൊക്കെ പല നടന്മാരുടെ ഭാഗത്ത് നിന്ന് പല അഭിമുഖങ്ങളിലും കണ്ടു. പക്ഷേ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ച സിനിമാ ചെലവ് വർദ്ധിക്കുന്നു, താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു, ടെക്നീഷ്യൻസിൻ്റെ പ്രതിഫലം കൂട്ടുന്നു, മറ്റ് കാരവാൻ സംസ്കാരം അടക്കമുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ പ്രതികരിക്കാനോ അതിലൊരു നടപടി ഉണ്ടാക്കാനോ ഇവരാരും തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ പിന്നോട്ട് പോകൂ നിർമ്മാതാക്കൾ എന്നീ ഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഏത് സംഘടനയാണ് ആരാണ് തീരുമാനമെടുക്കുന്നത് എന്നെല്ലാം തന്നെ പറഞ്ഞാലും ഈ താരങ്ങൾക്ക് തന്നെയാണ് ഇതിൽ അപ്രമാദിത്വം. ഏതാണ്ട് അവരെ നിയന്ത്രിക്കുന്ന, അവർ ഡ്രൈവ് ചെയ്യുന്ന ഒരു മേഖലയായിട്ട് ഈ ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. അതൊരു സ്വാഭാവികമായ രീതിയാണ്. അതുമാത്രമല്ല രഞ്ജിത്ത്, ഇതിൽ ആരൊക്കെയാണ് താരങ്ങൾ, ആരൊക്കെയാണ് നിർമ്മാതാക്കൾ, ആരൊക്കെ സംവിധായകർ, ഇതൊന്നും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം ഇവരെല്ലാവരും എല്ലാമാണ് എന്ന രീതിയിലാണ്. താരങ്ങൾ നിർമ്മാതാക്കളായി മാറുന്നുണ്ട്, നിർമ്മാതാക്കൾ അഭിനേതാക്കളായി മാറിയിട്ടുണ്ട്, സംവിധായകർ പിന്നീട് നിർമ്മാതാക്കളാവുന്നു, താരങ്ങൾ പല ചിത്രങ്ങളിലെ നിർമ്മാതാവ്. ഇത് അങ്ങനെ ആ രീതിയിൽ ഒരു കൊളാഷായിട്ട് ഇത് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവരും എല്ലായിടത്തും തന്നെ, ഈ സംഘടനകളിൽ എല്ലാവർക്കും തന്നെ പലർക്കും പ്രാതിനിധ്യമുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഈ ചർച്ചകളുടെ സ്വാധീനം എല്ലായിടങ്ങളിലും തന്നെ കാണാം, പ്രകടമാകാം. അതുകൊണ്ട് ആർക്കും ആരെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രംഗമായിട്ട് തന്നെയാണ് മലയാള സിനിമ നിൽക്കുന്നത്. എങ്കിലും അതിൽ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് എന്നെല്ലാം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഈ താരങ്ങൾ ഇത് നിയന്ത്രിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ ഈ നിർമ്മാതാക്കൾ അവർ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ചെലവ് നിയന്ത്രിക്കണം എന്നതെല്ലാം തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നു. ഒപ്പം അവർ മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യമുണ്ട്, ഈ താരങ്ങൾ ആ സിനിമ എടുക്കുക, അത്തരം കാര്യങ്ങൾ വരിക, ഇതിലൊരു നിയന്ത്രണം, അത്തരം കാര്യങ്ങൾ വേണം എന്നതെല്ലാം തന്നെ പറയുന്നു. ഇതെല്ലാം എങ്ങനെ പ്രായോഗികമാകും എന്നതാണ്. കാരണം ഇതെല്ലാത്തിനും അപ്പുറം ഇതൊരു ബിസിനസ് ആയിട്ട് നിൽക്കുമ്പോൾ ആർക്ക് ഇതിൽ അന്തിമമായ ഒരു അഭിപ്രായം പറയാൻ കഴിയും? തീർച്ചയായും ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സിനിമാ മേഖലയെ പ്രതിസന്ധിയിലാക്കിയ ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, അതോ ഇത് രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. അതോ പതിവ് പോലെ താരങ്ങളുടെ
ആധിപത്യത്തിൽ താരങ്ങളുടെ നിലപാടനുസരിച്ച് ഈ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമോ എന്നതും കാത്തിരുന്ന് കാണണം. മറ്റു വാർത്ത, പൾസർ സുനിയുമായി ബന്ധപ്പെട്ടാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് പൾസർ സുനി. അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇയാളൊരു അക്രമം കാട്ടിയത് പെരുമ്പാവൂരിലെ ഹോട്ടലിലാണ്. അവിടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകിയില്ല, സമയത്ത് കിട്ടിയില്ല എന്നുള്ള ആരോപണത്തിൽ ഇയാൾ ജീവനക്കാരെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു എന്ന് കേസ് വന്നിരിക്കുന്നു. ഇയാൾക്കെതിരെ FIR ഉണ്ട്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഡാനി, ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും സുനിയുടെ എന്താണ് പ്രവർത്തികൾ കുറയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഹോട്ടലിൽ എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇപ്പോൾ പെരുമ്പാവൂർ കുറുപ്പമ്പടി പോലീസാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ഹോട്ടൽ ജീവനക്കാരനെതിരെ അയാളെ അസഭ്യം പറയുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് FIRൽ പറയുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ മറ്റ് പ്രതികളെ പോലെ അല്ല, അല്ലെങ്കിൽ മറ്റൊരാൾ വിഷയമുണ്ടാക്കുന്നത് പോലെയല്ല പൾസർ സുനിയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് അയാളുടെ ജാമ്യ വ്യവസ്ഥകളെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്നാണ് മനസ്സിലാകുന്നത്. കാരണം നിലവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് ഈ കാര്യങ്ങളിൽ അയാൾ ഇളവ് തേടിയതും വിചാരണ തടവ് നീണ്ടുപോകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയതെന്നാണ്. ഭക്ഷണം ഓർഡർ ചെയ്ത് വൈകുന്നു, ഇഷ്ടഭക്ഷണം നൽകിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും അതൊരു വലിയ പ്രകോപനത്തിലേക്ക് പോവുകയും ഒരു ഹോട്ടൽ ജീവനക്കാരനെ അവിടെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് പരാതിയിൽ പറയുന്നത്. എന്നാലും ജീവനക്കാരനെതിരെ വധഭീഷണി മുഴക്കി എന്ന് പറയുന്നതൊന്നും ഒരു ചെറിയ തെറ്റായിട്ട് കണക്കാക്കാനും സാധിക്കില്ല. ഏതായാലും FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കുറുപ്പമ്പടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഈ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ജാമ്യ വ്യവസ്ഥകളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പോലീസുകാർ റിപ്പോർട്ട് ചെയ്യും. അത് ഇയാളുടെ ഒരു ജാമ്യ വ്യവസ്ഥകളുടെ അടക്കമുള്ള ഒരു ലംഘനത്തിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഇതിൽ കേസിൽ കാണേണ്ടത്. ഏതായാലും ഇതിൽ കേസ് വന്നിരിക്കുന്നു. പൾസർ സുനിക്കെതിരെ വധഭീഷണി മുഴക്കി എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് എന്നതാണ് രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത, ശശി തരൂർ കോൺഗ്രസിനുണ്ടാക്കിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിന് ശശി തരൂർ നൽകിയ അഭിമുഖം രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. അഭിമുഖം ദേശീയതലത്തിൽ ചർച്ചയായതിന് പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC അധ്യക്ഷനെ ഫോണിൽ വിളിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിയതായും സൂചനയുണ്ട്. തരൂർ കോൺഗ്രസ് വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഒരു വശത്ത് ശക്തമായിരിക്കെ പ്രകോപനങ്ങൾക്ക് അവസരമുണ്ടാക്കാതിരിക്കാൻ ജാഗ്രതയോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ. ഇടത് സർക്കാരിന്റെ വ്യാവസായിക നയത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ ആദ്യ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ രൂക്ഷ വിമർശനമുന്നയിച്ച സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രണ്ടാം ലേഖന വിഷയത്തിൽ കരുതലോടെ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ ഹൈക്കമാൻഡിന്റെ ഇടപെടലിനെ തുടർന്നുണ്ടായ പ്രതിഫലനമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ദേശീയ തലത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ച ഇംഗ്ലീഷ് ദിനപത്രത്തിൽ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച ലേഖനം രാഹുൽ ഗാന്ധിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് നൽകിയതെന്നാണ് തരൂരിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായി പലതവണ കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിട്ടും ലഭിക്കാതെ വന്നതോടെയാണ് തുറന്നു പറച്ചിലിന് നിർബന്ധിതനായതെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. രാഹുലുമായി നടന്ന നിർണായക കൂടിക്കാഴ്ചയിലും ദേശീയ തലത്തിലും സംസ്ഥാനത്തും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ സ്വീകരിക്കേണ്ട അനിവാര്യമായ മാറ്റങ്ങൾ തരൂർ പങ്കുവച്ചതായാണ് വിവരം. 2026 കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് തരൂരിന്റെ ലേഖനമെന്ന് KPCC അധ്യക്ഷനും തരൂർ പാർട്ടിക്ക് അനിവാര്യനെന്ന് K മുരളീധരനും തരൂരിനെ പാർട്ടിയിലേക്ക് എത്തിച്ചതിൽ താനും ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു വെക്കുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ നടക്കുന്ന അനുനയ നീക്കങ്ങളുടെ ഭാഗമായി എന്നാണ് സൂചന. അതിനിടെ ശശി തരൂരിനെ സ്വാഗതം ചെയ്ത് ഇടത് നേതാക്കൾ തുടർച്ചയായി രംഗത്തെത്തുകയും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തുറന്നു പറച്ചിലുകൾ ശശി തരൂർ ആവർത്തിക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കോൺഗ്രസ് നേതൃനിരയിലെ ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തത്തിലെ അണുബാധയും ന്യൂമോണിയയും അദ്ദേഹത്തിന് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വൃക്കകളുടെ പ്രവർത്തനം നേരിയ തോതിൽ കാര്യമായി തന്നെ പ്രശ്നത്തിലാണ്. ഈ രോഗം വൃക്കകളെ ബാധിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇന്നലെ വൃക്കകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഡോക്ടർമാർ പങ്കുവച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രതീക്ഷകൾ ബാക്കിയുണ്ട്.
ഇന്നലെ രാത്രിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ പുറത്തു വന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കഴിഞ്ഞ ദിവസം രക്തം നൽകിയിരുന്നു, പ്ലേറ്റ്ലെറ്റുകൾ അടക്കം അദ്ദേഹത്തിന് നൽകിയിരുന്നു, കൃത്രിമ ശ്വാസം നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ എന്താണ് ആശുപത്രി അധികൃതർ പുറത്തുവിടുന്ന വിവരങ്ങൾ? രഞ്ജിത്ത്, മാർപ്പാപ്പയുടെ അവസ്ഥ ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ആശങ്കയ്ക്കുള്ള വകയല്ല. ഈ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് മാർപ്പാപ്പയുള്ളത് എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ശ്വാസകോശ അണുബാധ, ഈ ന്യൂമോണിയ, അത് സിവിയർ ആയതിനു ശേഷം ഉണ്ടാകുന്ന സെപ്സിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ, അതാണ് ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് ഉള്ളത്. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെ വരെ ഇപ്പോൾ കാര്യമായി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ലോകത്തെ എല്ലാ കോണിലും കാര്യമായി തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഇന്നലെ ഇറ്റലിയിലും അതുപോലെ ഈ അമേരിക്കൻ ജൂത പള്ളികളിലും ഉൾപ്പെടെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നു. എന്തായാലും വിശ്വാസികൾ ഏറെ ആശങ്കയിൽ തന്നെയാണ്. കാരണം ഈ നേരത്തെ ആദ്യഘട്ടങ്ങളിലൊക്കെ മാർപ്പാപ്പയുടെ സ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട്, മാർപ്പാപ്പ പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്, ചെറിയ പുരോഗതിയുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ആരോഗ്യനില അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർപ്പാപ്പ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കാര്യമായി ഒരു ആശങ്കയ്ക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിന് വകവെക്കുന്നില്ല. ഈ ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പോൾ ഈ രക്തത്തിലെ അവസ്ഥ, അണുബാധ, അതുപോലെയുള്ള രക്തം ഭയങ്കര അനീമിക്കാണ്. അതുകൊണ്ട് തന്നെ രക്തം കയറ്റേണ്ട ഒരവസ്ഥ, അതുപോലെ കൃത്രിമ ശ്വാസം നൽകേണ്ട ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഈ ലോകം മുഴുവൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായി തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയൊക്കെ ഏറെ ആശങ്കാജനകമായ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഔദ്യോഗികമായ യാതൊരു സ്ഥിരീകരണവും ചില വാർത്തകൾ സംബന്ധിച്ച് വത്തിക്കാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രാർത്ഥനയോടെ 130 കോടി വിശ്വാസികൾ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിൽ. ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP വ്യക്തമാക്കി. ഇതിനിടെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അതിഷിയെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി AAP തെരഞ്ഞെടുത്തു. രാകേഷ് ചേരും. രാകേഷ്, 2 വനിതകൾ തമ്മിലുള്ള പോരാട്ടത്തിനാകും ഇനി ഡൽഹി സാക്ഷ്യം വഹിക്കുക. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളാണ്. നമുക്കറിയാം AAPക്കെതിരെ നിരവധി കേസുകളുണ്ട്. നേരത്തെ സർക്കാരിനെതിരെയുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഒരുപിടി മന്ത്രിമാർ പല കേസുകളിൽ പ്രതികളാണ്. BJPയുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണ്? എന്തൊക്കെയാണ് നീക്കം അവിടെ? രഞ്ജിത്ത്, ഏതായാലും ഡൽഹിയിൽ നിയമസഭാ സമ്മേളനത്തിന് തുടക്കമാവുകയാണെന്ന്. കാരണം കഴിഞ്ഞ 2 തവണത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ BJPക്ക് നാമമാത്രമായ അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2020-ൽ 8 അംഗങ്ങൾ, അതിനു മുൻപ് 3 അംഗങ്ങൾ. അതിൽ നിന്ന് വലിയ മാറ്റം വന്നു. BJP ഇപ്പോൾ ഭരണത്തിലാണ്. 70 അംഗ നിയമസഭയിൽ 48 അംഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമായാണ് BJP ഏതായാലും ഇന്ന് സഭാ സമ്മേളനത്തിലെത്തുന്നത്. ആദ്യ ദിനമായി ഇന്ന് നടക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. വിജേന്ദർ ഗുപ്ത സ്പീക്കറായി നിയമിതരാകും. പ്രോട്ടൈം സ്പീക്കറായി മുതിർന്ന അംഗം അരവിന്ദർ സിംഗ് ലൗലിയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. ഏതായാലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മുസ്തഫാബാദിൽ നിന്ന് വിജയിച്ച മോഹൻ സിംഗ് ബിഷ്തിനെയും ഇതിനോടകം തന്നെ BJP തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എതിരില്ലാതെ ഇരുവരും തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ സഭാ സമ്മേളനത്തെ നിർണായകമാക്കുന്നത് രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ CAG റിപ്പോർട്ടുകൾ വരുന്നു എന്നുള്ളതാണ്. കാരണം CAG റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് തന്നെ വഴിവെച്ച മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CAG റിപ്പോർട്ടാണ്. ഈ CAG റിപ്പോർട്ട് ഏതാണ്ട് സർക്കാരിനുണ്ടായ നഷ്ടം 2000 കോടി രൂപയാണെന്ന പരാമർശം നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. മാത്രവുമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയമലംഘനം നടന്നു അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ CAG റിപ്പോർട്ട് ഈ സഭാ സമ്മേളനത്തിൽ വെക്കുമ്പോൾ 2ാം ദിവസമായ നാളെയായിരിക്കും റിപ്പോർട്ട് വെക്കുക. അത് വലിയ ഒച്ചപ്പാടുകൾക്കും ബഹളത്തിനും ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം BJP അത്തരമൊരു പ്രതികരണം ഇതിനോടൊപ്പം തന്നെ നടത്തിക്കഴിഞ്ഞു. കാരണം വിദ്യാഭ്യാസ മേഖലയിലും ഒപ്പം തന്നെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി തുടരുക. ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും അസാധാരണമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതികരണങ്ങളെ സ്വാഭാവിക പ്രതികരണങ്ങളായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന്
നടപടികൾക്ക് വിധേയമായി അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ആറളം പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിച്ചുകൂട്ടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുന്നോടിയായി രാവിലെ 9 മണിക്ക് തന്നെ ഉന്നതതല ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തി സർവകക്ഷി യോഗത്തിനു മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ, കർമ്മപരിപാടി തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് രാവിലെ 9 മണിക്ക് അവർ ചേരുന്നതാണ്. ആ കർമ്മപരിപാടിയിൽ ഒരാഴ്ച കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, തുടർന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നീ 2 തരത്തിലുള്ള, പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായി ഉണ്ടല്ലോ, ഈ തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടപ്പിലാക്കേണ്ട പരിപാടികളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാലതാമസം ഒഴിവാക്കുക, സ്വാഭാവിക കാലതാമസമാണെങ്കിൽ ത്വരിതപ്പെടുത്തുക, അവിടെ ഏർലി വാർണിംഗ് സിസ്റ്റത്തിന്റെ കുറവുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക, നിരീക്ഷണ ക്യാമറകളുടെ കുറവുണ്ടെങ്കിൽ ആ നിരീക്ഷണ ക്യാമറകളുടെ കുറവ് പരിഹരിക്കുക. ഈ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കവിടെ അടിയന്തരമായി ചെയ്യാനുള്ളത്. മറ്റൊന്ന്, അവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യമുണ്ട്. കാടും ആറളം ഫാമും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതിന്റെ തുടർച്ചയായി വരുന്നുണ്ട് ആറളം ഫാം അത് തന്നെ ഒരു അർദ്ധ കാടിന്റെ സ്വഭാവമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആറളം ഫാമിനകത്ത് വന്യജീവികളുണ്ട്. ആ വന്യജീവികളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിന് അവിടെ അടിക്കാടുകൾ വെട്ടി സഞ്ചാരപഥങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച തോതിൽ കാണുന്നൊരു സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലെ ജനങ്ങൾ കുറെ കൂടി സർക്കാരുമായി സഹകരിച്ച് മുന്നറിയിപ്പുകൾ മനസ്സിലാക്കാൻ സ്വമേധയാ തീരുമാനിക്കുന്നത് പ്രാദേശികമായ സംഘടനകൾക്ക് തീരുമാനിക്കാൻ, രാഷ്ട്രീയ കൂട്ടായ്മക്ക് പരിഹരിക്കാൻ കുറച്ചൊരു ജാഗ്രത. കാരണം ഇതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഒളിച്ചോടാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് ജനകീയ സഹകരണമാണ് ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, അത് ശരിയായ ഒരു നിരീക്ഷണമാണല്ലോ. അതിനെ നമ്മൾ മറ്റു തരത്തിൽ എന്തിനാണ് കാണുന്നത്? കാരണം അവരുടെ കൺമുമ്പിൽ വെച്ച് അവരുടെ ഒപ്പം ജീവിച്ച ആനയുടെ ഒരു അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ അക്രമത്തിന് വിധേയമായി മരിച്ചു വീഴുമ്പോൾ അവർക്ക് അവരുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുമെന്നത് ശരിയായ ഒരു കാര്യമല്ലേ? അപ്പൊ അത് നമ്മൾ ആ ഫീലിംഗ്, മനുഷ്യന്റെ നെഞ്ചിടിപ്പിന്റെ ആഘാതം അല്ലെങ്കിൽ ആഴം, അതിന്റെ കരുത്ത്, അതിന്റെ ശക്തി കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക. എല്ലാ കാലത്തും ഈ വന്യജീവി പ്രശ്നം അവിടെയുണ്ട്. അപ്പൊ ഇവരുടെ റിഹാബിലിറ്റേഷൻ, ഇവരെ അവിടെ നിന്ന് മാറ്റി എന്തെങ്കിലും അത്തരത്തിലുള്ള ഒരു ആലോചന നടക്കും. കാരണം ഇത് കാടിനോട് ചേർന്നാണ്. കാരണം കാടും ഈ സെറ്റിൽമെന്റും തമ്മിൽ പ്രത്യേകിച്ച് ഒരു അതിർവരമ്പുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അല്ലാതെ നമ്മളുടെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന കാടുകളിൽ മാത്രമല്ല, തോട്ടങ്ങളിൽ മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടത്തിൽ, വയനാട്ടിലെ പ്രശ്നം അതാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന തോട്ടങ്ങളിലും ഈ വന്യജീവികൾ വരുന്നുണ്ട്. കാരണം അവർ ഈ അടിക്കാട് വെട്ടി വന്യജീവികൾക്ക് വരേണ്ട കാര്യമില്ലാത്ത തോതിൽ സംരക്ഷിക്കാനുള്ള ഒരു വളരെ കർശനമായ ഒരു നിലപാട് ഗവൺമെന്റ് ആകെ എടുക്കേണ്ടതായിട്ടാണ് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ മാത്രം പോരാ, മറ്റ് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശവും സഹായവും വേണമെന്നാണ് കരുതുന്നത്. ആ നിലക്കുള്ള ആലോചനകൾ നടത്തുന്നതാണ്. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അടിക്കടി ഇത്തരത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്നു, വന്യമൃഗശല്യം ഉണ്ടാകുന്നു, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അല്ല, അത് ഒന്നും ചെയ്യുന്നില്ല എന്നത് ഇപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സംഭവം ഉണ്ടായി. അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും വരെ അവിടെ എത്തുകയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, വന്യജീവികൾ കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിവിടുന്ന എന്നത് ഒരു വലിയ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പ്രശ്നമാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്, പല ഘടകങ്ങളുമുണ്ട്. ആ ഘടകങ്ങളെ ആകെ ഓരോന്നോരോന്നായി പരിഹരിച്ചു പോകുമ്പോൾ മാത്രമാണ് അതിന് പരിഹാരം കാണുക. അത് 1-2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന
വിഷയമാണ് ഇത് എന്ന് ഗവൺമെന്റ് ഏതായാലും കരുതുന്നില്ല. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നേരത്തെ അത് ചെയ്തു വരുമോ ചോദിച്ചാൽ നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. നമ്മളൊരു പ്രശ്നത്തിന് കാര്യമൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ആ സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അതിന് പരിഹാരം മാർഗങ്ങൾ കാണുക. ഇതൊരു പുതിയ പ്രതിഭാസമാണ്. നേരത്തെയും കാടുമുണ്ട്, മനുഷ്യനുമുണ്ട്, മൃഗമുണ്ട്. പക്ഷേ ഈ കാണുന്ന തോതിലുള്ള വന്യജീവി അക്രമവും അതിന്റെ ഫലമായുള്ള ആൾനാശവും കൃഷിനാശവും ഈ അടുത്ത ഒരു 2 വർഷത്തിനറിയാണ് ക്രമാതീതമായി അല്ലെങ്കിൽ ഭയാനകമായി അല്ലെങ്കിൽ ഭീതിജനകമായി ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കത്തക്ക വളർന്നു വന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടത്തുന്നു. പക്ഷേ നിയമ നടപടികളിൽ നിനക്ക് വലിയ തടസ്സം. ഇപ്പൊ അവിടെ തന്നെ ആനമതിൽ കെട്ടാൻ 3 വർഷം മുമ്പേ തീരുമാനമെടുത്തു. വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് മാധ്യമങ്ങളെ കണ്ടത്. ആറളം ഫാമിലെ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ സർവകക്ഷി യോഗം ചേരുക. നമുക്ക് കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് അട്ടിമറി ശ്രമം തന്നെയെന്ന് എഫ്ഐആർ. പ്രതികളെ എൻഐഎ ചോദ്യം ചെയ്തു. ഇന്നലെ എൻഐഎ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. കുണ്ടറ പോലീസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മലയാള സിനിമാ സമരത്തിൽ ഫിലിം ചേംബർ യോഗം നാളെ ചേരും. സിനിമാ സമരത്തിന് പിന്തുണ തേടിയുള്ള നിർമ്മാതാക്കളുടെ കത്തിൽ യോഗം നിലപാടെടുക്കും. സിനിമാ മേഖലയെ അനിശ്ചിതകാലത്തേക്ക് സ്തംഭിപ്പിക്കുന്ന സമര പരിപാടി ഒഴിവാക്കണമെന്നാണ് ഫെഫ്ക നിലപാട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിനെതിരെ ദുരന്തബാധിതരുടെ പ്രതിഷേധം തടഞ്ഞ് പോലീസ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. സമരപ്രഖ്യാപനത്തിന് പിന്നാലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് 2ാം ഘട്ട പട്ടികയിൽ. ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിവന്ന നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി VP സുഹറ. കേന്ദ്രമന്ത്രിമാരെയും പ്രിയങ്ക ഗാന്ധിയെയും നേരിൽ കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും സുഹറ. ഡൽഹിയിൽ തുടരുമെന്നും സുഹറ. നേരത്തെ നിരാഹാര സമരം നടത്തിവരവെ VP സുഹറയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരുന്നു. അനുവദിച്ചതിലും കൂടുതൽ സമയം സമരം തുടർന്നതിലായിരുന്നു പോലീസ് നടപടി. മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ തുല്യ അവകാശം വേണമെന്നാവശ്യപ്പെട്ടാണ് നിരാഹാര സമരം തുടങ്ങിയത്. കേരളത്തെ സംബന്ധിച്ച് ഗെയിം ചേഞ്ചറാണ് ഇൻവെസ്റ്റ് കേരള എന്ന് മന്ത്രി P രാജീവ്. 50-ലധികം ഇൻവെസ്റ്റേഴ്സിനെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടു. സമ്മിറ്റിൽ പ്രഖ്യാപിച്ചതിന് പുറമെ 6000 കോടിയുടെ അധിക നിക്ഷേപ വാഗ്ദാനമുണ്ടെന്നും മന്ത്രി. നിക്ഷേപക സംഗമം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് രമേശ് ചെന്നിത്തല. നേരത്തെ MOU ഒപ്പിട്ടതൊന്നും ഇതുവരെ നടപ്പായില്ല. 8 വർഷവും ഒരു വികസനം പോലും കൊണ്ടുവരാത്ത സർക്കാരാണിത്. നിക്ഷേപക സംഗമത്തിനോട് UDF അനുകൂല നിലപാടാണ്. UDF നിക്ഷേപക സംഗമം നടത്തിയപ്പോൾ CPM നിലപാട് ഇതായിരുന്നില്ലെന്നും ചെന്നിത്തല. കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി വീണ്ടും ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ വേറെ വഴികളുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ 3ാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തരൂർ തുറന്നടിച്ചു. സംസ്ഥാനത്തെ പാർട്ടിയിൽ നേതൃപ്രതിസന്ധിയുണ്ടെന്ന് തുറന്നടിക്കുകയാണ് തരൂർ. UDFൽ ഘടകകക്ഷികൾ അസംതൃപ്തരാണ്. ജനപിന്തുണയിൽ മുന്നിലുള്ള ആളാണ് താൻ. കോൺഗ്രസുകാരല്ലാത്ത ആളുകളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തരൂർ പറഞ്ഞു. അതുപോലെ വോട്ട് ബാങ്കുകൾക്കപ്പുറത്തേക്ക് ജനസമിതി നേടാൻ പാർട്ടിക്ക് കഴിയണമെന്നും തരൂർ പറയുന്നു. ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിനില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയെ കണ്ടതിനു മുമ്പാണ് അഭിമുഖം നൽകിയതെന്ന് കരുതുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തരൂർ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ലെന്നും ചെന്നിത്തല. ശശി തരൂരിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് കൂടെ നിർത്തണമെന്നാണ് അഭിപ്രായമെന്ന് K മുരളീധരൻ. തരൂരിന് പാർട്ടി പ്രയോജനപ്പെടുത്തണം. തരൂരിനെ കൂടുതൽ ചുമതലകൾ നൽകണം. പാർലമെന്റിലെ ചർച്ചകളിലടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകണം. കോൺഗ്രസ് ആണ് സീറ്റ് തന്നതെന്നും പാർട്ടിക്കാരാണ് പ്രവർത്തിച്ചതെന്നും ആരും മറക്കരുത്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃക്ഷാമമില്ലെന്നും മുരളീധരൻ. ഇന്ന് ഇത് സംഭവിക്കും. ആറളത്ത് UDFും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഹർത്താൽ. വനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആറളത്ത് സർവകക്ഷി യോഗവും ചെയ്തു.
സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 15ാം ദിവസം. പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കും. ഇന്ന് 28 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, തദ്ദേശ വാർഡുകളിൽ വോട്ടെടുപ്പാണ്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. നാളെ വോട്ടെണ്ണലും നടക്കും. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജിനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കും. ഇന്ന് ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ PC ഹാജരാകുമെന്നാണ് വിവരം. സിനിമാ സമരത്തിൽ നിലപാടെടുക്കാൻ ഫിലിം ചേംബറിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. പിന്തുണയ്ക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. സമരപരിപാടി വേണ്ടെന്ന തീരുമാനത്തിലാണ് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ. ഡൽഹി നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുൻ AAP സർക്കാരിനെതിരെയുള്ള CAG റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുമെന്ന് BJP. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ന്യൂസിലൻഡ് ബംഗ്ലാദേശിനെ നേരിടും. ഉച്ചയ്ക്ക് 2:30 റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ നൽകാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകും. ക്രൈംബ്രാഞ്ച് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ഇന്ന് വയനാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ദുരന്തബാധിതരുടെ ജനകീയ സമിതിയാണ് ഉപവാസം നടത്തുക. പ്രതിവാസത്തിലടക്കം സർക്കാർ സമീപനത്തിൽ വീഴ്ച ആരോപിച്ചാണ് സമരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ ഇന്ന് LDFന്റെ രാപ്പകൽ സമരം. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. രാവിലെ 10 മണിയോടെ കേരള ഹൗസിൽ നിന്ന് ആരംഭിക്കുന്ന സമരം അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി ബിജു കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ സർവകലാശാല യൂണിയൻ കലോത്സവം ഇന്ന് തോട്ടട SN കോളേജിൽ ആരംഭിക്കും. സർവകലാശാലയ്ക്ക് കീഴിലെ 120-ലേറെ കോളേജുകളിൽ നിന്നായി 4086 പ്രതിഭകൾ മാറ്റുരയ്ക്കും. നമ്മുടെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്ക് പോകണം. സ്പെഷ്യൽ ഡേ. കൊല്ലം അഞ്ചൽ സ്വദേശി വി രഞ്ജുവിന് ഇന്ന് 28ാം പിറന്നാളാണ്. ന്യൂസ് 18 കേരളയുടെ കൊട്ടാരക്കര സ്ട്രിങ്ങർ വിനീഷിന്റെ ഭാര്യ സഹോദരനാണ്. ആശംസകളുമായി കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും. എറണാകുളം വടുതലയിലെ പാർവതി സുധീഷിന്റെ 11ാം പിറന്നാളാണ് ഇന്ന്. ആശംസകളുമായി അമ്മ രശ്മി സുധീഷും അച്ഛൻ സുധീഷ് കുമാറും ആശംസ അറിയിച്ചിട്ടുണ്ട്. എറണാകുളം വടുതലയിലെ തന്നെ സാവനി അജിത്തിനും ഇന്ന് 11ാം പിറന്നാളാണ്. അമ്മ പ്രവ്യയും അച്ഛൻ അജിത്തും ആശംസകൾ അറിയിക്കുന്നു. എറണാകുളം ചക്കരപ്പറമ്പിലെ കൃതിക ജയന്തനും 11ാം പിറന്നാളാണ്. അമ്മ ഷോണിയും അച്ഛൻ ജയന്തനും ആശംസകൾ അറിയിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്ക് എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ /name, ഫോൺ നമ്പർ, പിറന്നാൾ, വിവാഹവാർഷികം, അങ്ങനെ എന്തുമാകട്ടെ. നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ന്യൂസ് 18-നൊപ്പം ആഘോഷിക്കാം. മറ്റു വാർത്ത. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ ലംഘനമെന്ന് ഹമാസ്. മോചിപ്പിക്കുന്ന പലസ്തീൻ ബന്ദികളെ അപമാനിക്കുന്ന ചടങ്ങുകൾ ഹമാസ് നടത്തുന്നു എന്ന് ആരോപിച്ചാണ് തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിക്കുന്നത്. ഇതോടെ ഗസയിൽ 2ാം ഘട്ട വെടിനിർത്തൽ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ അനുസരിച്ച് 6 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു.
തിരിച്ച് 600ഓളം ഹമാസ് തടവുകാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായില്ല. മോചിപ്പിക്കുന്ന ഇസ്രയേൽ ബന്ദികളെ ജനക്കൂട്ടത്തിന് നടുവിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്ന ഹമാസ് രീതിയാണ് ഇസ്രയേലിന്റെ പ്രകോപന കാരണം. അപമാനകരമായ ഈ ചടങ്ങുകൾ അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കും വരെ തടവുകാരുടെ മോചനം നീട്ടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചു. തടവുകാരുടെ മോചനം വൈകിക്കുന്ന ഇസ്രയേൽ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് നടത്തുന്നതെന്നും അന്താരാഷ്ട്ര പ്രതിനിധികൾ ഇടപെടണമെന്നും ഹമാസ് പറഞ്ഞു. വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങേണ്ട സമയത്താണ് കരാർ സംബന്ധിച്ച ഇസ്രയേലും ഹമാസുമായുള്ള തർക്കം. എന്നാൽ ഈ ആഴ്ച തന്നെ ചർച്ച നടക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പലസ്തീനികൾ വരുന്നത് തടയാൻ ഇസ്രയേൽ സൈന്യത്തിന് നെതന്യാഹുവിന്റെ ഓഫീസ് ഉത്തരവ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനിയും അവസാനിക്കാത്ത റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് 3 ആണ്ട്. ഇരുഭാഗത്തുമായി സൈനികരും സാധാരണക്കാരുമായി 4 ലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഫെബ്രുവരി 24 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. യുക്രൈൻ റഷ്യൻ സൈനിക ശക്തിയുമായി താരതമ്യം പോലുമില്ലാത്ത രാജ്യം. 3-4 ദിവസത്തിൽ വീഴുമെന്നായിരുന്നു പൊതുവിലയിരുത്തൽ. ഒടുവിൽ കിലോമീറ്ററുകൾ നീളുന്ന റഷ്യൻ ടാങ്കർ വ്യൂഹം യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് നീങ്ങുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ യുക്രൈൻ വീഴുമെന്ന് വരെ വാർത്തകൾ വന്നു. ഇപ്പോൾ വർഷം 3 ആകുന്നു. യൂറോപ്യൻ യൂണിയന്റെ സൈനിക സഹായത്തോടെ കീഴടങ്ങാൻ തയ്യാറാവാതെ യുക്രൈൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും നയിക്കുന്ന യുദ്ധം. നാറ്റോ സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതിനെതിരായ റഷ്യൻ നീക്കം എന്ന വിശദീകരണത്തിൽ തുടങ്ങിയ യുദ്ധമാണിത്. റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്ളാഡിമിർ പുടിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ പലതും നിഷ്ഫലമായി. യുദ്ധം അവസാനിപ്പിക്കാനായി ഏറ്റവും ഒടുവിൽ ഇടപെടൽ നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ബൈഡന്റെ അമേരിക്ക യുക്രൈനൊപ്പമായിരുന്നുവെങ്കിൽ ട്രംപിന്റെ നീക്കം പുടിനൊപ്പം ചേർന്നാണോ എന്ന സംശയവും ശക്തമാണ്. സെലൻസ്കിയെ ഏകാധിപതി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. We haven't had elections in Ukraine. Well, we have martial law, essentially martial law in Ukraine, where the leader in Ukraine, I mean, I hate to say it, but he's down at 4% approval rating. Wouldn't the people of Ukraine have to say, like, you know, it's been a long time since we've had an election? That's not a Russia thing. That's something coming from me and coming from many other countries also. ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുമ്പോഴും 3-ാം വാർഷിക ദിനത്തിൽ യുക്രൈനുമേൽ റഷ്യ ഏറ്റവും കനത്ത വ്യോമാക്രമണം നടത്തുന്നതിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം തുടരുകയാണ്. ടണലിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. രാകേഷ്, മണിക്കൂറുകൾ പിന്നിടുകയാണ്. കിലോമീറ്ററുകൾ നീളുന്ന ടണലാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ മാർഗങ്ങൾ തേടുന്നത് എന്താണ്? രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആശാവഹമാണോ? രഞ്ജിത്ത്, ഇപ്പോൾ 48 മണിക്കൂറിനോട് അടുക്കുകയാണ് SLBC ടണലിൽ അപകടം നടന്നിട്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം ഒരു കാര്യമായ പുരോഗതി ഉണ്ടായി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു വഴിത്തിരിവുണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 44 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ ടണലിന്. ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 14 കിലോമീറ്റർ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. ഇതിൽ ഏതാണ്ട് ഈ അപകട സ്ഥലത്ത് നിന്ന് 150 മീറ്റർ വരെ ഈ രക്ഷാ ദൗത്യ സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ഈ വലിയ രീതിയിൽ മണ്ണടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ടണലിൻ്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ടണലിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 23 അടി ഉയരം ഉണ്ട് ഈ ടണൽ. കൂടാതെ 31 അടി വീതിയും ടണലിനുണ്ട്. ഇതിൽ പൂർണ്ണമായും അടഞ്ഞ നിലയിലാണ്. അത്രമേൽ അവശിഷ്ടങ്ങൾ ഈ ടണലിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ഈ രക്ഷാദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഇവിടെ ഈ 150 മീറ്റർ അടുത്തെത്തി ലൗഡ് സ്പീക്കറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ പേര്, ഈ കുടുങ്ങിക്കിടക്കുന്ന 8 പേരുടെയും പേര് വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അവർ ബോധരഹിതരായിട്ടുണ്ടാകാം എന്നൊരു നിഗമനമാണിപ്പോൾ ദൗത്യ സംഘത്തിന് ഏതായാലും ഉള്ളത്. ഇപ്പോൾ ദൗത്യ സംഘം പ്രധാനമായും ചെയ്യുന്ന കാര്യം, ഒന്ന്
ഓക്സിജൻ ഈ ടണലിനകത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ 3 കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണനയിലെന്ന് ആണ് തെലങ്കാന മന്ത്രി കൂടിയായ ഉത്തം കുമാർ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, നിലവിലെ രീതിയിൽ മണ്ണ്, ഈ അവശിഷ്ടങ്ങൾ നീക്കിക്കൊണ്ട് ഇവരെ കണ്ടെത്തുക. രണ്ടാമതായി ടണലിൻ്റെ മുകളിൽ നിന്ന് തുറക്കുക, അല്ലെങ്കിൽ മൂന്നാമതായി ടണൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് തുറക്കുക. ഈ ഒരു സാധ്യതകളാണ് പരിശോധിച്ച് വരുന്നത്. പക്ഷേ പ്രധാനമായും പരിഗണിക്കുന്നത് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അവിടെ ഇടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. ഏതായാലും 48 മണിക്കൂർ പിന്നിടുമ്പോഴും വലിയ പുരോഗതി ഈ തെരച്ചിലുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഇന്നലെ തന്നെ സൈന്യം ഇതിൻ്റെ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ നാവികസേന കൂടി അവിടെ എത്തിയിരിക്കുകയാണ് ദൗത്യത്തിനായി. അങ്ങനെ ഒരു വലിയ സംഘമാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന 8 പേരെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനിയും ജാഗ്രത കാണാം. കഴിഞ്ഞ ദിവസം ലഹരി വസ്തുവായ മെത്താഫിറ്റമിനുമായി പിടിയിലായ കണ്ണൂർ സ്വദേശിനി ബുള്ളറ്റ് ലേഡി എന്ന നിഖില ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയെന്ന് വ്യക്തമായി. ബംഗളൂരുവിലേക്ക് ബുള്ളറ്റിൽ പോയി ലഹരി വസ്തുവുമായി മടങ്ങി വരുന്നതാണ് നിഖിലയുടെ രീതി. 2023 കഞ്ചാവ് വിൽക്കുന്നതിനിടെ എക്സൈസ് സംഘം ഇവരെ പിടികൂടിയിരുന്നു. ജയിൽ മോചിതയായതിന് പിന്നാലെ മയക്കുമരുന്ന് വിൽപ്പനയിൽ വീണ്ടും സജീവമാവുകയായിരുന്നു ഇവർ. മുല്ലക്കുടിയാലെ സി നിഖിലയെയാണ് രാസലഹരിയായ മെത്താഫെറ്റനുമായി അറസ്റ്റിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച ലഹരിമരുന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് പിടികൂടിയത്. ബുള്ളറ്റിൽ പല സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിക്കുന്നതോടെയാണ് നിഖിലയ്ക്ക് ബുള്ളറ്റ് ലേഡി എന്ന പേര് ലഭിച്ചത്. ഈ യാത്രയിലൂടെ ലഭിച്ച സൗഹൃദങ്ങളാണ് ലഹരി വിൽപ്പനയ്ക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. 2023 2 കിലോ കഞ്ചാവുമായി യുവതിയെ എക്സൈസ് അറസ്റ്റ് ചെയ്യുകയും ഇതിലെ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷമാണ് വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായതും. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ MDMAയുമായി യുവാവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂർ ചിറക്കൽ സ്വദേശി ആകാശ് കുമാർ KP ആണ് 4.87 ഗ്രാം MDMAയുമായി പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. തലശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുബിൻ രാജും സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കണ്ണൂർ. ഇന്നലെ ചെങ്ങന്നൂരിൽ ചേട്ടനെ അനിയൻ കൊലപ്പെടുത്തിയ കുടുംബത്തിൽ ഇരുവരും തമ്മിലുള്ള കലഹം മുമ്പേ തുടങ്ങിയതാണെന്ന് സമീപവാസികൾ. ചെങ്ങന്നൂർ മെലിലയിലാണ് ജ്യേഷ്ഠൻ പ്രസന്നനെ അനിയൻ പ്രസാദ് കഴുത്തിൽ കയർ മുറുക്കി കൊന്നത്. 1 വർഷം മുൻപ് ഇവരുടെ മറ്റൊരു സഹോദരൻ ജീവനൊടുക്കിയിരുന്നു. ആ കേസിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. ചെങ്ങന്നൂർ തിട്ടമേൽ അരമന മാർത്തോമ പള്ളിക്ക് സമീപം പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം. ഉറങ്ങിക്കിടന്ന ജ്യേഷ്ഠനെ കഴുത്തിൽ കയറുകുരുക്കി അനുജൻ കൊലപ്പെടുത്തുകയായിരുന്നു. രാവിലെ പ്രസന്നൻ മരിച്ചു കിടക്കുന്നത് കണ്ട വീട്ടുകാരാണ് വാർഡ് കൌൺസിലറെ വിവരമറിയിച്ചത്. കൌൺസിലർ പോലീസിനെ ബന്ധപ്പെടുകയും കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരൻ പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഇന്നലെ ഇരുവരും തമ്മിൽ നടന്ന കുടുംബ കലഹത്തിന്റെ തുടർച്ചയായാണ് കൊലപാതകം നടന്നത്. മരിച്ച പ്രസന്നൻ അവിവാഹിതനാണ്. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വീട്ടിൽ നടന്ന വഴക്കിനെ തുടർന്ന് പുറത്തുപോയ പ്രസന്നൻ പുലർച്ചെ 2 മണിയോടെ വീട്ടിലെത്തുകയും ഉറങ്ങാൻ കിടന്നതുമാണ്. പിന്നീടായിരുന്നു കൊലപാതകം. ഇവരുടെ മറ്റൊരു സഹോദരനെ 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ കേസിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 ആലപ്പുഴ.
അട്ടപ്പാടിയിൽ അമ്മയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ മകന് മാനസിക വെല്ലുവിളി ഉള്ളതായി പോലീസ്. അരളിക്കോണം സ്വദേശി 55-കാരിയായ രേഷിയാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ഉറങ്ങിക്കിടന്ന രേഷിയെ മകൻ രഘു ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. പ്രദേശവാസികളാണ് രേഷിയെ ചോരയിൽ കുളിച്ച നിലയിൽ കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും മകൻ രഘുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. രഘു മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. അന്വേഷണം പൂർത്തിയാക്കിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്നും പോലീസ് അറിയിച്ചു. ഇയാൾ ലഹരിക്ക് അടിമയാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ അമ്മേനെ അടിച്ച് ആൾ കൊന്നു പറഞ്ഞിട്ട് ഞങ്ങളെ കൂടെ അന്ന് കരഞ്ഞു വന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അമ്മ മരിച്ചു. അപ്പോൾ ഇയാൾ ചാടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ അപ്പോൾ അവർ പോലീസുകാരും വന്ന് എല്ലാവരും ഡോക്ടർമാരും വന്ന് എല്ലാവരും വന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. തുടർന്നാണ് പുലർച്ചെ ഉറങ്ങിക്കിടന്ന രേഷിയെ രഘു കൊലപ്പെടുത്തിയത്. നിലവിൽ കോട്ടത്തറ ആശുപത്രിയിലുള്ള രേഷിയുടെ മൃതദേഹം അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലും മാനസിക പ്രശ്നങ്ങളുള്ള മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. വീട്ടിൽ വെച്ച അമ്മ ആമിനയെ മകൻ കത്തിക്കൊണ്ട് വെട്ടുകയും ഗ്യാസ് കുറ്റിക്കൊണ്ട് തലക്കടിക്കുകയുമായിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ GST അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയയുടെയും കുടുംബത്തിന്റെയും മരണത്തിൽ ദുരൂഹത അവസാനിക്കുന്നില്ല. അമ്മയുടെ മരണശേഷം 4 മണിക്കൂർ കഴിഞ്ഞാണ് 2 മക്കളും ജീവനൊടുക്കിയത്. എന്നാൽ എന്തിന് കൂട്ടാത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തൂങ്ങിമരിച്ച അമ്മയുടെ മൃതദേഹം കുരുക്കഴിച്ച് താഴെ കിടത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്ത ശേഷം 2 മക്കളും തൂങ്ങിമരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. സഹോദരി ശാലിനിക്ക് തൂങ്ങാനുള്ള കുരുക്കിട്ട ശേഷം അതേ മാതൃകയിൽ മനീഷും കുരുക്കിട്ട് തൂങ്ങുകയായിരുന്നു. കടുത്ത പ്രമേഹ രോഗിയായിരുന്ന അമ്മ ശകുന്തളയ്ക്ക് അതിൻ്റെ അവശതകളുണ്ടായിരുന്നതായി വിദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ മകൾ പ്രിയ വിജയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ എന്തിന് കൂട്ട ആത്മഹത്യ ചെയ്തു എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച കാര്യത്തിലുള്ള CBI അന്വേഷണം ആത്മഹത്യയ്ക്ക് കാരണമായെന്ന നിഗമനത്തോട് മകൾ പ്രിയ യോജിക്കുന്നുമില്ല. അതേസമയം പരീക്ഷാ ക്രമക്കേടിലല്ല CBI അന്വേഷണം നടക്കുന്നതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ശാലിനി വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ സ്കൂൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഇവർ പ്രതിയാണ്. ഈ കേസിൽ CBI ഫെബ്രുവരി 15-ന് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിരുന്നതായും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശാലിനി വിവാഹമോചിതയാണ്. ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കേസ് സംബന്ധിച്ച CBIയിൽ നിന്ന് വിശദാംശങ്ങൾ തേടുന്നുണ്ട്. സഹോദരി പ്രിയയെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. അങ്ങനെ രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഇന്ന് ധാരാളം വാർത്തകളുള്ള ഒരു ദിവസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 2 പേർ, ഒരു കുടുംബത്തിൽ 2 പേരാണ്. അവർക്കുള്ള നഷ്ടപരിഹാര വിതരണം ഇന്നുണ്ടാകും. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. കോൺഗ്രസിൽ ശശി തരൂർ ഉയർത്തിയ വിവാദങ്ങൾ അത് അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണം KC വേണുഗോപാലിൻ്റെതാണ്. ആരെയും സൈഡ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ഹൈക്കമാൻഡ് പൂർണ്ണമായും തരൂരിനെ കൈവിട്ടിട്ടില്ല, വീണ്ടും അണിനിര ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഉണ്ടാകും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാവിലെ അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം വീണ്ടും. നമസ്കാരം.
കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് അട്ടിമറി ശ്രമം തന്നെയെന്ന് എഫ്ഐആർ. പ്രതികളെ എൻഐഎ ചോദ്യം ചെയ്തു. ഇന്നലെ എൻഐഎ വിശദാംശങ്ങൾ